ആണല്ലേ? ഓക്കെ. അപ്പൊ ഈ ഒരു അർത്ഥത്തിൽ ഓക്കെ. വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഒരു ശുഭദിനം ആശംസിക്കുന്നു. തീർച്ചയായിട്ടും നമ്മളുടെ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ഒരു സുപ്രധാന ദിവസമായിട്ട് ഇന്നത്തെ ദിവസം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഈ ബിസിനസ്സിനകത്ത് നമ്മൾ ഓരോ ദിവസവും നമുക്ക് എക്സൈറ്റ്മെന്റ് ആണ്. കാരണം എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ്സിനകത്ത് വിജയിക്കാൻ സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും എല്ലാവരും വളരെ ആവേശത്തോടു കൂടി നമ്മളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ ബിസിനസ്സിനകത്ത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് രാവിലെ നടക്കുന്ന ഹൈഫ്ലൈസ് എന്ന് പറയും. ഇന്നത്തെ ഈ ഹൈഫ്ലൈസ് മീറ്റിനകത്ത് എന്നെ ഇൻവൈറ്റ് ചെയ്ത നമ്മുടെ ഗ്രേറ്റ് ലീഡർ ഉണ്ണി സാറ് നമ്മളെ ഈ ബിസിനസ്സിനകത്ത് വളരെ സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ലീഡറാണ്. തീർച്ചയായിട്ടും വളരെ ഫാസ്റ്റ് ആയിട്ട് ഓരോരോ റാങ്കുകൾ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലീഡറാണ്. ഒരു കോമൺ മാനിൽ നിന്നും ഒരു ബിസിനസ് മാനിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ലീഡറാണ്. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ടീമിനകത്ത് ധാരാളം അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം അടുത്ത റാങ്കിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലീഡറും കൂടിയാണ്. എന്നെ വളരെ നന്നായി വളരെ ഭംഗിയായി എന്നെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തു. താങ്ക് യു ഉണ്ണി സാർ. അടുത്ത റാങ്ക് എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യട്ടെ. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ രാവിലത്തെ ഈ ഒരു ഹൈഫ്ലൈസ് മീറ്റിനകത്ത് നമ്മൾ ക്ലാസ് എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, നമുക്ക് ബിസിനസ് രംഗത്ത് നമുക്ക് വരുമാനവും അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ്സും കൂടിയാണ് നമ്മൾ ഇതുപോലെ രാവിലെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സമയത്ത് ഒരുപാട് ആളുകളുടെ മുന്നിൽ നിന്ന് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ സംസാരിക്കുക, അതിനുള്ളൊരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അവസരം തന്ന സക്സസ്ബറി ഗ്ലോബൽ എന്ന നമ്മുടെ വലിയ ഓർഗനൈസേഷനോട് ഞാൻ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. നമ്മുടെ അതിന്റെ ഫൗണ്ടേഴ്സായ മനോജ് സാറിനും ലതാമേഡത്തിന് ഞാൻ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. നമുക്ക് ഈ ബിസിനസ്സിനകത്ത് എന്തിനാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും വരുന്ന സമയത്ത് അല്ലെങ്കിൽ വരാൻ തീരുമാനിച്ച സമയത്ത് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കാരണങ്ങളൊന്നും എന്ത് ചെയ്തില്ല. ചില ആളുകൾ പറയും ഇപ്പൊ വരാൻ ആവശ്യമായ അല്ലെങ്കിൽ എന്തിനെങ്കിലും പ്രവർത്തിക്കണം എന്ന കാരണങ്ങൾ പലപ്പോഴും പല ആളുകൾ മറന്നു പോവാണ്. കാരണം മറക്കാനുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഈ ആദ്യത്തെ ആവേശം നിലനിർത്താൻ പലർക്കും കഴിയില്ല. ആദ്യം ഉണ്ടായിരുന്ന ആവേശം ഉണ്ടല്ലോ, നമുക്ക് ചെയ്യാനുണ്ടായ ആവേശം, കാറുകളോ വീടുകളോ, അതല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാവും. പക്ഷെ ഈ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ നമ്മൾ പ്രവർത്തനം തുടങ്ങുമ്പോൾ ഈ പ്രവർത്തന മേഖലയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുള്ള തടസ്സങ്ങളോ കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ആഗ്രഹങ്ങളുടെ വലിപ്പവും ആഗ്രഹങ്ങളൊക്കെ കുറയ്ക്കുകയാണ്. അങ്ങനെ ആഗ്രഹങ്ങൾ കുറയ്ക്കാതെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് ജീവിതത്തിനകത്ത് എന്ത് ചെയ്യുക, വലിയ രീതിയിൽ വിജയിക്കുക. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ബാക്ക് ടു ബേസ് തന്നെയാണ്. നമ്മളെ ബേസിക് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ ഈ ബിസിനസ്സിനകത്ത് നമ്മളെ വിജയിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് നമുക്ക് ധാരാളം മികച്ച ക്ലാസ്സുകൾ നമുക്ക് എന്ത് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു. ആറ്റിറ്റ്യൂഡിനെ കുറിച്ചും അതുപോലെ തന്നെ നമുക്ക് വേണ്ട ചേഞ്ചിനെ കുറിച്ചും ഒക്കെ നമുക്ക് ധാരാളം ലീഡേഴ്സ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിലും അതുപോലെ തന്നെ ക്ലാസ് എടുത്തിരുന്നു. അപ്പൊ ഇന്ന് നമുക്കിന്ന് ഷെയർ ചെയ്യാൻ നമ്മളിന്ന് പറയാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് ഈ ബിസിനസ്സിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും ബാക്ക് ടു ബേസ് തന്നെ, നമ്മളുടെ ബേസിക് തന്നെയാണ് നമ്മൾ ഈ ബിസിനസ്സിനകത്ത് എന്ത് ചെയ്യുന്നത്, നമ്മളെ വിജയിപ്പിക്കുന്നത്. ഓക്കെ, അതായത് നമുക്കറിയാം, നമുക്ക് ബിസിനസ്സിനകത്ത് വിജയിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ശക്തമായി പ്രവർത്തിക്കുന്നു. ചില ആളുകൾ ശക്തമായി പ്രവർത്തിക്കാൻ വേണ്ടി ആലോചിച്ചിരിക്കുന്നു. ആലോചനകൾ കുറെ കാലമായി തുടങ്ങിയിട്ട് പക്ഷെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നത് തുടങ്ങിയിട്ടില്ല എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങൾ നമ്മുടെ ബേസിക് കാര്യങ്ങൾ ചെയ്യുക എന്ന് തന്നെയാണ്. ബേസിക് കാര്യങ്ങൾ ചെയ്യുക എന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം, നമ്മളെ വളരെ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഓർഗനൈസേഷനാണ് സക്സസ്ബറി ഗ്ലോബൽ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഓർഗനൈസേഷനാണ്. എന്താണ് ഓർഗനൈസേഷന്റെ പവർ ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ബിസിനസ് ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്യാനും നമുക്ക് വേണ്ട അവയർനെസ് തരാനും അതുപോലെ തന്നെ നമ്മളെ കൂടെ വന്ന ആൾക്കാരെയൊക്കെ കൂട്ടിപ്പിടിച്ച് ഒരു വലിയ ലെവലിൽ കൊണ്ടുപോകാനൊക്കെ നമുക്കൊരു ഓർഗനൈസേഷൻ മസ്റ്റാണ്. ഒരു ഓർഗനൈസേഷൻ ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ബിസിനസ്സിനോ ജീവിതത്തിലോ വിജയിക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും നമ്മളെ വലിയ രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ഓർഗനൈസേഷൻ ആണ് സക്സസ്ബറി ഗ്ലോബൽ എന്ന് പറയും. നമ്മുടെയൊക്കെ ഓർഗനൈസേഷൻ എന്ത് ചെയ്യാണ്, തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുക, ഈ ഓർഗനൈസേഷനിനകത്ത് വരുന്ന എല്ലാ വ്യക്തികൾക്കും വരുന്ന 1-2 വർഷം കൊണ്ട് ജീവിതത്തിൽ അത് എന്താണോ ആഗ്രഹം അത് നേടാൻ സാധിക്കുന്ന രീതിയിലേക്കില്ല പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും സക്സസ്ബറി ഗ്ലോബലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ആർ യു ലിവിംഗ് ന്യൂ ഡ്രീംസ്?
നമ്മളെ സ്വപ്നങ്ങൾക്കനുസരിച്ചാണ് ജീവിക്കുന്നത്? ഒരിക്കലുമല്ല. നമ്മളെ സ്വപ്നങ്ങളുടെ വഴിക്കും നമ്മളെ ജീവിതത്തിൽ നമ്മളെ വേറെ വഴിക്കും രണ്ട് വഴിക്കാണ് ജീവിക്കുന്നത്. തീർച്ചയായിട്ടും സ്വപ്നങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അത് വളരെ കുറച്ച് ശതമാനം മാത്രം ആളുകളാണുള്ളത് അല്ലെ, വളരെ കുറച്ച് ശതമാനം ആൾക്കാർ. അവരെന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക, അവരുടെ ഏത് ബിസിനസ് ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും അവർ ചെയ്യുന്ന മേഖലയ്ക്കകത്ത് അവര് ശക്തമായി പ്രവർത്തിക്കുക മാത്രമല്ല, അവരെ കൂടി വിജയിപ്പിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഒരു മേഖലയിലേക്ക് അവർ വന്നു എന്നുള്ളതാണ്. നമ്മള് വലിയ രീതിയിൽ വിജയിക്കണമെങ്കിൽ നമ്മളെ വിജയിപ്പിക്കാനും കൂടി നമ്മൾ ചെയ്യുന്ന മേഖലയ്ക്കുള്ള പവർ വേണം അല്ലെ. അപ്പൊ തീർച്ചയായും നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞു പോയ ആശയങ്ങളുടെ പുറകെ പോകുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷ ആൾക്കാരും. ആയതുകൊണ്ട് തന്നെ ശക്തമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവും, പക്ഷെ ജീവിതത്തിൽ വിജയിച്ചോടെ നമുക്ക് നിയമമില്ല, ഉറപ്പ് പറയാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ വിജയിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നേടണമെങ്കിൽ വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇനി ഒരുപാട് ആളുകളെ സക്സസ്ഫുൾ ആക്കുന്ന എന്തെങ്കിലും ഒരു മേഖലയിൽ നമ്മൾ എന്ത് ചെയ്യണം? വരണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു മേഖലയിൽ നമ്മൾ വന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ്? എല്ലാം കോംപ്രമൈസ് ചെയ്യാണ് അല്ലെ. നമ്മൾ സാമ്പത്തികം, ലൈഫ് ജേർണി നമ്മളെല്ലാം കോംപ്രമൈസ് ചെയ്യാണ്. ഫാമിലി വർക്ക് നമുക്ക് ശരിക്കും എന്ത് ചെയ്യുന്നില്ല? കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. എല്ലാം കോംപ്രമൈസ് ചെയ്യാണ്. ആവശ്യത്തിന് പണമുണ്ടോ? ഇല്ല. സത്യം പറഞ്ഞാൽ ആവശ്യത്തിന് പണം ഉണ്ടോ വെച്ചാൽ ഇല്ല. കാരണം എന്താ? നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. പൈസ ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ നമ്മൾ കുറെ തത്വങ്ങളുടെ പുറകെ പോകും. ജീവിക്കാതെയും പൈസയും വേണ്ട ആവശ്യമില്ല എന്നല്ല തത്വം. അങ്ങനെയാണല്ലോ നമ്മളെ കാര്യങ്ങളൊക്കെ. നമുക്കില്ലെങ്കിൽ നമ്മൾ അതിനെ ന്യായീകരിക്കാൻ എന്ത് ചെയ്യും? ഒരുപാട് കാരണങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തും എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ രീതിയിലും നമ്മൾ കോംപ്രമൈസ് ചെയ്യാണ്. ഇതൊക്കെ നമ്മളൊക്കെ സ്വപ്നങ്ങളാണ്. ധാരാളം യാത്രകൾ പോവുക, ലക്ഷറി കാറ്, അതുപോലെ തന്നെ വലിയ വലിയ വീടുകള്, ഇതൊക്കെ നമ്മുടെ സ്വപ്നങ്ങളാണ്. നമ്മൾ ആക്ച്വലി ശരിക്കും നമ്മൾ ഈ ബിസിനസ്സിലേക്ക് എന്തിനാണ് വന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് നേടാനും ഇതൊക്കെ ആസ്വദിക്കാനുമാണ് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്നത്. അതല്ലാണ്ട് നമ്മളൊരു ജോലി എന്ന കൺസെപ്റ്റ്, ഒരു ജോലിക്ക് വേണ്ടുന്ന ആൾക്കല്ല നമ്മൾ ഡയറക്ട് സെല്ലിങ്ങിനകത്ത്. ഒരു ജോലി എന്നുള്ളതല്ല, ഒരു കരിയർ ആണെങ്കിൽ പോലും എന്തിനാണ് ഈ കരിയർ, ഈ പ്രൊഫഷൻ വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ? ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാനുള്ള, ലോകത്ത് റിച്ച് ആയ ആളുകൾ, വലിയ സാമ്പത്തികമുള്ള ആളുകൾ ആസ്വദിക്കുന്നതൊക്കെ നമുക്ക് ആസ്വദിക്കാനുള്ളതാണ് നമ്മളെ ഈ ഇൻഡസ്ട്രിക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ക്ലിയർ? തീർച്ചയായിട്ടും നമുക്കറിയാം, അതിന് നമ്മൾക്ക് ഇനി അങ്ങോട്ട് ഇതെല്ലാം നമുക്ക് അച്ചീവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഒരുപാട് കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ഏത് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, നമ്മൾ ഡയറക്ട് സെല്ലിംഗ് തന്നെയാണ്. അത് നിങ്ങൾ ആദ്യം ബിലീഫ് ഉണ്ടാക്കുക, ഡയറക്ട് സെല്ലിംഗ് തന്നെയാണ് എന്ന ഒരു വിശ്വാസം നിങ്ങൾ എന്ത് ചെയ്യുക? ഉണ്ടാക്കിയെടുക്കുക. ആ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാതെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു വലിയ രീതിയിൽ പ്രവർത്തിക്കാനും വലിയൊരു അച്ചീവ്മെന്റ്സ് നേടാനും നിങ്ങൾക്ക് സാധിക്കില്ല. നമുക്കറിയാലോ, ഇന്ന് ലോകത്തെ പ്രശസ്തരായ ആളുകൾ, ഇപ്പൊ നമുക്കറിയാം, ഇപ്പോ ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ എന്താ ഈ നൂറ്റാണ്ടിൽ ഏറ്റവും മികച്ച ഒരു ഇൻഡസ്ട്രിയാണ് എന്ത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്നാ പറഞ്ഞത്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഇത് ഈ നൂറ്റാണ്ടിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഈ നൂറ്റാണ്ടിൽ ചെയ്യുന്ന ഏറ്റവും വലിയ വിഡിത്തരാണെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്? ബിൽ ഗേറ്റ്സ്, നിങ്ങൾക്കറിയാം, ലോകത്ത് നിന്ന് നമ്പർ 1 കോടീശ്വരനാണ് ബിൽ ഗേറ്റ്സ്. അദ്ദേഹം പറയുന്നത് എന്താണ്? ഡയറക്ട് സെല്ലിംഗ് ആണ് എന്ത് ചെയ്യുന്നത്. ഇനി ഒന്നൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം തുടങ്ങാൻ പോകുന്ന ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ത് ചെയ്യണം? ഡയറക്ട് സെല്ലിംഗ് ആണെന്ന്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇത്തരം ആളുകളൊക്കെ ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് പറയുന്നത് ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കാരണം ഈ ഇൻഡസ്ട്രിയാണ് ഇനി ഒരുപാട് കോടീശ്വരന്മാരെ ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു വിശ്വാസം നിങ്ങളാക്കി എടുക്കുക. പ്രവർത്തിക്കാൻ എപ്പോഴും വിശ്വാസം അത്യാവശ്യമാണ്. വിശ്വാസമില്ലെങ്കിൽ പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും? ഈ ബിസിനസ് അല്ല, ജീവിതത്തിൽ തന്നെ നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല. അപ്പൊ നിങ്ങൾ വിശ്വസിക്കുക. കാരണം ഇത്തരം ആളുകളൊക്കെ പറയുമ്പോ നമ്മൾ ഈ ഇൻഡസ്ട്രിയെ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസത്തോടെ ശക്തമായി പ്രവർത്തിക്കണം. അതല്ലാണ്ട് നമ്മളെ നാട്ടില് ഇതിനെ കുറിച്ച് പറയുന്ന ആളുകൾ ചിലപ്പോൾ നെഗറ്റീവ് പറയാം, ചിലപ്പോൾ പോസിറ്റീവ് പറയാം. പോസിറ്റീവ് പറയുന്നത് വളരെ കുറവായിരിക്കാം. നിങ്ങളുടെ നാട്ടിലോ വീട്ടിലോ സുഹൃത്തുക്കളിലോ ഉള്ള ആളുകൾ ചിലപ്പോ ഈ ഇൻഡസ്ട്രി ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് കുറ്റം പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഏതെങ്കിലും ഒക്കെ ഒരു ഫേക്ക് കമ്പനിക്ക് അകത്ത് പോയി ഉണ്ടാവാൻ ചിലപ്പോൾ പെട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം പറയുന്നുണ്ടായിരിക്കാം, അല്ലാണ്ട് ഈ ഇൻഡസ്ട്രി മോശമായത് കൊണ്ടല്ല. അപ്പൊ നിങ്ങൾ തിരിച്ചറിയുക, ഈ ഇൻഡസ്ട്രി എന്ത് ചെയ്യാണ്? ഈ ഇൻഡസ്ട്രിയിലൂടെയാണ് ഇനി ഒരുപാട് കോടീശ്വരന്മാര് ഉണ്ടാവാൻ പോകുന്നത്. അതിന് പുറമെ നമ്മളെ ഭാഗ്യം ഇന്ന് ഈ ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മൈ ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് എന്ന് പറയും. അപ്പൊ ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാണ്? വളരെ അനുകൂലമായ ഘടകങ്ങളാണ്. അപ്പൊ ഇത് രണ്ടും വളരെ അനുകൂലമായ ഘടകങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ബിസിനസ്സിനകത്തുള്ളത്. അപ്പൊ നിങ്ങൾ വിശ്വസിക്കുക, ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് വിശ്വസിക്കുക. നെറ്റ്വർക്ക് ആണ് ഡയറക്ട് സെല്ലിംഗ് ആണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ആണ് ഇന്ന് എന്ത് ചെയ്യുന്നത് ഇനി കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന സത്യം നിങ്ങൾ എന്ത് ചെയ്യുക? ബോധ്യമാകുക, തിരിച്ചറിയുക. കാരണം ഇതൊക്കെ നെറ്റ്വർക്കിലൂടെ കോടികൾ ഉണ്ടാക്കിയ ആളുകളാണ്. ഇവർ ഈ ആശയങ്ങൾ ഉപയോഗിച്ചും
ഇതിന്റെ ഓണേഴ്സ് ഒക്കെ അല്ലെ, വാട്സാപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇതൊക്കെ നെറ്റ്വർക്ക് അല്ല. ഇത് ഉപയോഗിച്ച് ഒരുപാട് ആൾക്കാർ എന്ത് നെറ്റ്വർക്ക് ചെയ്യുന്നു. നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുന്നില്ലേ? ഇപ്പൊ ഫേസ്ബുക്കും അതുപോലെ തന്നെ നമ്മള് സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗിച്ച് യൂട്യൂബും വാട്സാപ്പ് ഉപയോഗിച്ച് നമ്മൾ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നില്ലേ? അപ്പോ ഫേസ്ബുക്ക് അല്ലെങ്കിൽ നമ്മളുടെ വാട്സപ്പ് നെറ്റ്വർക്ക് ആണ്. വാട്സപ്പ് എന്ന നെറ്റ്വർക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വലിയ നെറ്റ്വർക്ക് നമ്മൾ ബിൽഡ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാൻ, നെറ്റ്വർക്ക് നിങ്ങൾ ആദ്യം ഈ ഇൻഡസ്ട്രിയെ നിങ്ങൾ എന്ത് ചെയ്യുക? വിശ്വസിക്കുക. നെറ്റ്വർക്ക് ആണ് ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ ഇൻഡസ്ട്രി. ഒരുപാട് കോടീശ്വരന്മാരെ ഉണ്ടാക്കാൻ പോകുന്ന ഡയറക്ട് സെല്ലിംഗ് നെറ്റ്വർക്കിലൂടെ തന്നെയാണ്. യാതൊരു മാറ്റവും ഇല്ല. അതിലുള്ള തെളിവുകളാണ് നമുക്ക് ഈ കാണുന്നൊക്കെ. നെറ്റ്വർക്കിലൂടെ സക്സസ്ഫുൾ ആയിട്ടുള്ള തെളിവുകളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? അത് മനസ്സിലാക്കുക. എന്നാലും വൈ പീപ്പിൾ ആർ ഫെയിലിയർ, എന്നാലും എന്ത് ചെയ്യാണ് ആളുകൾ ബിസിനസ്സിൽ പരാജയപ്പെടുന്നു? അതായത് നെറ്റ്വർക്ക് ആണ് ഇനി വരാൻ പോണ ഇൻഡസ്ട്രി എന്ന് എന്ത് ചെയ്യുന്നു? പ്രശസ്തരായ ആളുകളൊക്കെ പറയുന്നു. അതുപോലെ തന്നെ നെറ്റ്വർക്ക് ആണ് എന്ത് ചെയ്യുന്നത്? ഇനി ഒരുപാട് കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതൊക്കെ എല്ലാം ഓക്കെയാണ്. പക്ഷെ എന്നാലും ഈ ബിസിനസ്സിനകത്ത് ധാരാളം, അല്ലെങ്കിൽ ഈ ബിസിനസ്സിനകത്ത് എന്നാലും ആളുകൾ പരാജയപ്പെടുന്നു. എന്താ കാരണം? തീർച്ചയായിട്ടും എന്താ കാരണം പരാജയപ്പെടാനുള്ള കാരണം? ഒന്ന്, ഇത് ഈസി ടു സ്റ്റോപ്പ്, അതായത് ഇത് എളുപ്പത്തിൽ നിർത്താൻ സാധിക്കും. ഈ ബിസിനസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ ചോദിച്ചു കഴിഞ്ഞാല്, ഈ ബിസിനസ് ആണ് ഇനി ഒരുപാട് കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് കോടീശ്വരന്മാരുണ്ടാകാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് ഒരുപാട് കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഇൻഡസ്ട്രിയാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറക്ട് സെല്ലിംഗ് ഓർ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയും. പക്ഷെ എന്നാലും ഇതിനകത്ത് ആളുകൾ പരാജയപ്പെടുന്നു. കാരണം എന്താ? ഈസി ടു സ്റ്റോപ്പ് എന്ന് പറയും. അതായത് ഇത് തുടങ്ങാനും എളുപ്പമാണ്, അതിനേക്കാൾ എളുപ്പമാണ് നിർത്താൻ. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, അതെന്താ മറ്റു ബിസിനസ് ഒക്കെ നിർത്താൻ ബുദ്ധിമുട്ടാണോ? മറ്റു ബിസിനസ് തീർച്ചയായിട്ടും നിർത്താൻ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് മാത്രമല്ല, നിർത്താൻ കഴിയില്ല. കാരണം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം, ഒരുപാട് എക്സ്പെൻസ് അല്ലെ, ഒരുപാട് ചെലവുകൾ വേണം. അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകൾ എല്ലാം വേണം. ആയതുകൊണ്ട് തന്നെയാണ് ഒരു ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റില്ല, നിർത്താൻ സാധിക്കില്ല. ക്ലിയർ? ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ നിർത്താൻ സാധിക്കില്ല. കാരണം അത്രയേറെ ലയബിലിറ്റി അല്ലെങ്കിൽ അത്രയും ഇൻവെസ്റ്റ്മെന്റ്സോ അല്ലെങ്കിൽ ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ നമുക്ക് ഒരു ഒറ്റ ഫോൺ കോൾ മതി. അപ്ലൈനെ വിളിച്ചിട്ട് എനിക്ക് ഈ ബിസിനസ് കഴിയില്ല, ഞാൻ നാളെ വരുന്നില്ല, നാളെ തൊട്ട് ഞാൻ ഉണ്ടാവില്ല കേട്ടോ, അല്ലെങ്കിൽ എന്നെ ഇനി വിളിക്കേണ്ട, ഞാൻ ഈ ബിസിനസ് ഉണ്ടാവില്ല എന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബിസിനസ് നിർത്താൻ സാധിക്കും. പക്ഷെ അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ ചില പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ വരുമ്പോ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ബിസിനസ്സിനകത്ത് നമ്മൾ വേണ്ട രീതിയിൽ ഗ്രോത്ത് കാണാത്ത സാഹചര്യം വരുമ്പോഴൊക്കെ എന്ത് ചെയ്യും? ചിലപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും? ഇതിന് നെഗറ്റീവ് പറയുകയോ അല്ലെങ്കിൽ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇത് എളുപ്പത്തിൽ നിർത്താൻ സാധിക്കും. ഞാൻ പറയുമ്പോൾ നിങ്ങളോട് ഇതിനൊരു കോഴ്സ് ആയിട്ട് കാണണം. ഇതിനെ ഒരു 4 to 5 ഇയറിന്റെ ഒരു കോഴ്സ് ആയിട്ട് കാണുക. ഒരു കോഴ്സ്, ആ കോഴ്സായിട്ട് കാണുമ്പോൾ ആ കോഴ്സിനകത്ത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം അല്ലെ? ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അതുപോലെ തന്നെ ഒരു കോഴ്സിനെ ചെയ്യുമ്പോൾ ആ കോഴ്സ് കഴിയുമ്പോഴാണ് നമുക്കൊന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അല്ലെ? ഒരു ഡിഗ്രിക്ക് ചേർന്ന് ഫസ്റ്റ് ഇയർ ആകുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യാ? ഫൈനൽ ഇയറിന്റെ സർട്ടിഫിക്കറ്റ് തരാൻ പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. ഡിഗ്രി കംപ്ലീറ്റഡ് ആയെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഒരിക്കലും ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ ഒരു കോഴ്സ് ആയിട്ട് തന്നെ കാണണം. രണ്ടാമതാണ് ലാക്ക് ഓഫ് നോളജ്. ഇത് ബിസിനസ് എന്താണെന്ന് പഠിക്കണം. പലപ്പോഴും എന്ത് ചെയ്യുന്ന ആളുകൾ ഇതിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാണ്. അതായത് പഠിക്കാതെ പഠിപ്പിക്കാൻ നടക്കും ആളുകൾ. നമ്മൾ പഠിക്കില്ല. നമ്മൾ എന്ത് ചെയ്യാനില്ല? ഈ ലേൺ ഡു ടീച്ച് എന്നുള്ള സ്ഥാനത്തിനകത്ത് എന്ത് ചെയ്യുന്നില്ല? നമ്മൾ പഠിക്കില്ല, ചെയ്യൂല, ചെയ്യിപ്പിക്കാൻ നടക്കും, പഠിപ്പിക്കാൻ നടക്കും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഇതിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാവുക. നമ്മൾ അപ്ലൈൻസോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സിസ്റ്റമോ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി ഇതിനെ കുറിച്ച് നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുക. പഠിക്കാൻ തയ്യാറാവാത്ത ഒരു വ്യക്തിക്ക് ഇതിനകത്ത് ശക്തമായി പ്രവർത്തിക്കാനും എന്ത് ചെയ്യില്ല? സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? നിങ്ങൾ ഇതിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാവുക. ക്ലിയർ? അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്? ഈ ഇൻഡസ്ട്രി ഒരു പുതിയ ഇൻഡസ്ട്രി ആണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കുക. മൾട്ടി ലെവൽ മാർക്കറ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഒരു പുതിയ ഇൻഡസ്ട്രിയാണ്. ഇതൊരു പുതിയ ഇൻഡസ്ട്രിയാണ്. അപ്പൊ ഈ ഇൻഡസ്ട്രി അധികം ആളുകൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. നമ്മൾ തന്നെ ഇൻഡസ്ട്രിയെ പഠിച്ചു വരുന്നേ ഉള്ളൂ എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ക്ലിയർ? അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്? നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലായ്മ. അറിയാലോ, നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. സത്യം തന്നെയാണ്, നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ എന്ത് വേണം? നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ടാക്കണം. എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ബിസിനസ്സിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കാരണം ഈ ബിസിനസ്സിനകത്ത് വിജയിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ അനുഭവത്തിലൂടെയാണ്. നമുക്ക് മാർക്കറ്റിംഗ് പഠിച്ച് ചെയ്യാൻ പറ്റില്ല, ചെയ്ത് പഠിക്കാൻ പറ്റും. ശരിയല്ലേ? അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ബിസിനസ്സിനകത്തും. ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. കാരണം മാനേജ്മെന്റ് അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനകത്ത് പഠിക്കണമെങ്കിൽ ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പൊ ആയതുകൊണ്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇതിനകത്ത് എക്സ്പീരിയൻസ് ആവുന്നതിന് നിങ്ങൾ നേടണം. നിങ്ങളെ എക്സ്പീരിയൻസ് ആവുന്നതിന് എക്സ്പീരിയൻസിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ എന്താണ്? The people can do എന്ത് ചെയ്യാൻ? Wrong way and wrong selling.
തെറ്റായ രീതിയിൽ ഇത് ചെയ്യുക, തെറ്റായ രീതിയിൽ ഉൽപ്പന്നങ്ങൾ സെല്ലിംഗ് മെത്തേഡ് എടുക്കുക. അതായത് നമുക്ക് 95 കഴിച്ചു കഴിഞ്ഞാൽ അതുവരെ തളർന്നു കിടക്കുന്ന ആട് എണീറ്റ് ഓടി എന്നൊക്കെ പറയും. റിസൾട്ട് നമുക്ക് നല്ല റിസൾട്ടാണ്, ശരിയാണ്. പക്ഷെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് ഓരോരോ പറയുന്ന കാര്യങ്ങൾ ആളുകൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാണ്, വിശ്വസിക്കാവുന്ന രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുക. അതുപോലെ തന്നെ ഈ നമ്മളെ റോങ് കമ്മിറ്റ്മെന്റ്സ് കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ ചില ആളുകളൊക്കെ പറയും, നിങ്ങൾ അങ്ങ് വന്നാൽ മതി, നിന്നാ മതി, നിങ്ങളെ 2 സൈഡ് ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിന്നാ മതി, നിങ്ങളങ്ങ് വിജയിപ്പിച്ചെടുക്കാം, നിങ്ങളെ അങ്ങനെയൊക്കെ ഓരോരോ ഇതുണ്ടല്ലോ, നിങ്ങൾ ഒന്നും ചെയ്യണ്ട എന്നൊക്കെ നമ്മളൊരു ഒരു എന്ത് ചെയ്യാണ്, റോങ് വേയിൽ എന്ത് ചെയ്യുക, ആളുകൾ കൊണ്ടുവരിക, റോങ് വേയിൽ ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് റോങ് സെൽ. ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വലിയ ഘടകം തന്നെയാണ്. ആളുകൾ ഈ ബിസിനസ് നിർത്താനുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളൊക്കെ തന്നെ ഇതൊക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ ഇത്തരം കാര്യങ്ങൾക്കകത്തൊക്കെ നിങ്ങൾ ഈ ബിസിനസ് ഇതിനകത്ത് വളരെ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കുക, ഇതൊക്കെ പഠിക്കുക. ഇതിനെ സൊല്യൂഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ടീമിൽ കണ്ടെത്തുക, ഒരു സൊല്യൂഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക. അതായത് നമുക്ക് എന്ത് വേണം, നമ്മൾ ഇഫ് യു വാണ്ട് ചേഞ്ച് ഫസ്റ്റ് യു ചെയ്യുന്ന പറയാം. നിങ്ങൾക്കൊരു ചേഞ്ച് ആവശ്യമാണെങ്കിൽ നിങ്ങൾ എന്ത് വേണം, നിങ്ങൾ ആദ്യം മാറാൻ തയ്യാറാവണം. ശരിയല്ലേ? നമുക്കൊരു മാറ്റം വേണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, മാറാൻ തയ്യാറാവണം. നമ്മൾ മാറാൻ തയ്യാറാവാതെ മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിച്ചിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ മാറാൻ തയ്യാറാവാതെ വലിയ രീതിയിലുള്ള സമ്പത്തോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളോ നമുക്ക് എന്ത് ചെയ്യരുത്, നേടാൻ പറ്റുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നമുക്കൊരു മാറ്റം വേണം, ആദ്യം നമ്മൾ മാറണം. അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം, അത് വലിയ ഘടകമാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ഓൺലി വേ ടു ബിൽഡ് എ സ്ട്രോങ്, നമുക്കൊരു സ്ട്രോങ് ടീം ബിൽഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം, ബേസിക് സാധനങ്ങൾ തന്നെയാണ്. അതായത് ടു റിപ്പീറ്റ് ദ ബേസിക്സ് അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ അഗൈൻ. അതായത് ബേസിക് കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടത്. ലിസ്റ്റും ഷോർട്ട് ലിസ്റ്റും പ്ലാൻ പ്രസന്റേഷനും ഫോളോ അപ്പും ക്ലോസിംഗും, ഈ ബേസിക് കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ബിസിനസ് നമ്മളെ വിജയിപ്പിക്കുന്നത്. ബേസിക് കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, ബേസിക് കാര്യങ്ങൾ ടീമിനകത്ത് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതായത് ടു റിപ്പീറ്റ് ദ ബേസിക്സ് അഗൈൻ ആൻഡ് അഗൈൻ. അതായത് നിങ്ങൾ ബേസിക് ആയ കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ഈ ബിസിനസ്സിനകത്ത് എന്ത് ചെയ്യുന്നില്ല, ബേസിക് കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ നമ്മൾ ചെയ്യാറില്ല, അല്ലെങ്കിൽ അത് നടക്കുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഉറപ്പുവരുത്താറില്ല. പലപ്പോഴും എന്ത് ചെയ്യുന്ന, ഞാൻ ഇന്റർവ്യൂവിൽ വായിച്ചിട്ടുണ്ട്, ഒരുപാട് സിനിമാ നടന്മാരൊക്കെ ആ മേഖലയിൽ പരാജയപ്പെടാൻ കാരണം വെച്ചാല് നടികളും നടന്മാരൊക്കെ അവർ 1-2 ഒരു സിനിമയിൽ അഭിനയിക്കും, കുറച്ച് സ്റ്റാർ വാല്യൂ കിട്ടുമ്പോ പിന്നെ സിനിമയ്ക്ക് പകരം അവര് എന്ത് ചെയ്യും, പബ്ലിസിറ്റിയും അതുപോലെ തന്നെ ഉദ്ഘാടനങ്ങളും മറ്റു കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോ അഭിനയിക്കാൻ എന്ത് ചെയ്യുന്നില്ല, മറന്നു അഭിനയിക്കാൻ സമയം കിട്ടാറില്ല എന്ന് പറഞ്ഞ രീതിയിൽ തന്നെയാണിത്. കുറച്ചൊന്ന് ടീം ആവുമ്പോ ബേസിക് കാര്യങ്ങൾ എന്ത് ചെയ്യും, വിട്ടുപോകും പലപ്പോഴും ആളുകൾ. ഒരു കാരണവശാലും അത് ചെയ്യരുത്. ബേസിക് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിജയിപ്പിക്കുന്നത്. ബേസിക് ഏത് റാങ്കിൽ എത്തിയാലും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾ ഏത് ഹയർ റാങ്കിൽ എത്തിക്കഴിഞ്ഞാലും ബേസിക് കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അത് നിങ്ങളും ചെയ്യണം, ടീമിനകത്ത് എന്ത് ചെയ്യണം, ഇത് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക. വലിയ ഒരു കാര്യം തന്നെയാണ്, ഉറപ്പുവരുത്തുകയും ചെയ്യണം. തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ ബിസിനസ്സിനകത്ത് ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക്, ഫോർ എക്സാമ്പിൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് എന്തുണ്ട്, ആ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ട്, ഡ്യൂട്ടീസ് ഉണ്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക്. ആ ഡ്യൂട്ടീസ് ആ ഡിസ്ട്രിബ്യൂട്ടറെ ചെയ്യിക്കുക തന്നെ വേണം. അതെന്താ, നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ ബിസിനസ്സിനകത്ത് വിജയിക്കാൻ സാധിക്കില്ല. നമുക്കറിയാം, ഒരു ഡിസ്ട്രിബ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ, ഞാൻ ഓടിച്ചു പോകാം, ഒരു ഡിസ്ട്രിബ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം, അതായത് ഉൽപ്പന്നങ്ങൾ മാക്സിമം എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. പലപ്പോഴും നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപയോഗിക്കാതെ ഇതിനെ കുറിച്ച് റെക്കമെൻഡ് ചെയ്യാൻ നടക്കുന്നതാണ് വലിയൊരു പ്രശ്നം. നമ്മൾ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതെ നിങ്ങൾ ഈ ബിസിനസ് റെക്കമെൻഡ് ചെയ്യാൻ നടക്കുക, അല്ലെങ്കിൽ വിൽക്കാൻ നടക്കും. മാക്സിമം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം നമ്മളെല്ലാവരും. അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണം, അതായത് എന്നാലേ റെക്കമെൻഡിങ് റീറ്റെയിൽ നടക്കുള്ളൂ, അല്ലെങ്കിൽ ഇത് രണ്ടും നടക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് പലപ്പോഴും ആളുകള് ഒരു സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യില്ല. നമുക്ക് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു 10,000, 30,000, 50,000 ഉൽപ്പന്നങ്ങൾ നമ്മളെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് വേണം. സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ബിസിനസ് നടക്കുള്ളൂ. നമ്മളിപ്പോ ഒരു ഷോപ്പിൽ ഉൽപ്പന്നം വാങ്ങാൻ വേണ്ടി, എന്തെങ്കിലും ഉൽപ്പന്നം വാങ്ങാൻ വേണ്ടി കയറുകയാണെങ്കിൽ നല്ല സ്റ്റോക്ക് ഉള്ള, അല്ലെങ്കിൽ നല്ലൊരു സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന
കുറച്ച് വലിയ ഷോപ്പിലല്ലേ നമ്മൾ കയറുള്ളൂ. എന്ന രീതി തന്നെ ആളുകൾക്ക് എന്തുണ്ട്, നമ്മളെ കയ്യിലുള്ള ഉൽപ്പന്നങ്ങള് സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി ചോദിക്കുന്ന ഉൽപ്പന്നം കൊടുക്കാൻ നമ്മളെ കയ്യിൽ വേണം. അപ്പൊ നമ്മളെ കയ്യിൽ എപ്പോഴും നല്ല സ്റ്റോക്ക് വേണം. ഇപ്പൊ ഒരു എല്ലാ ഉൽപ്പന്നങ്ങളും കഴിഞ്ഞിട്ട് അടുത്ത ഉൽപ്പന്നം എടുക്കുക എന്നുള്ള കാഴ്ചപ്പാടുണ്ടാവാൻ പാടില്ല. കഴിയുന്ന ഉൽപ്പന്നങ്ങളും എന്ത് ചെയ്യണം, അത് സ്റ്റോക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ക്ലിയർ? അപ്പൊ എന്ത് വേണം, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ കസ്റ്റമറേയും ബിസിനസ് ലിസ്റ്റ് എടുക്കണം. അതുപോലെ തന്നെ അതിനകത്ത് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ധാരാളം ഹോം മീറ്റിംഗ്സ്. നമുക്കറിയാം ഹോം മീറ്റിംഗ്സ് ആണ് ഈ ബിസിനസ്സിനകത്തുള്ള പ്രധാനപ്പെട്ട ഘടകം. ഹോം മീറ്റിംഗ്സ് നിങ്ങൾ ധാരാളം വെച്ചിരിക്കണം. ഹോം മീറ്റിംഗുകളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ബിസിനസ്സിനകത്ത് നമ്മൾ വിജയിപ്പിക്കുന്നത്. നമുക്കറിയാം ഇപ്പൊ ഒരു വലിയൊരു മീറ്റിംഗ് വെച്ചു, ഒരു GTS വെച്ചു, അല്ലെങ്കിൽ നമുക്ക് ഒരു BOP നടന്നു. ഒരു BOPക്ക് അകത്ത് നമ്മൾ പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 10 20 അല്ലെങ്കിൽ 10 പ്രോസ്പെക്ട്സ് 10 30 20 പ്രോസ്പെക്ട്സ് വന്നു വിചാരിക്കാം. പക്ഷെ ഒരു 10 ഹോം മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹോം മീറ്റിംഗിനകത്ത് ഒരു 10 പേരുണ്ടെങ്കിൽ 10 ഹോം മീറ്റിംഗ് 100 ആളുകൾക്ക് നമ്മളെ ബിസിനസ് നമ്മൾ അവതരിപ്പിക്കുക, ബിസിനസ് അറിയിക്കാനും അത്രയും ജോയിനിങ് എടുക്കാനും സാധിക്കും. അപ്പൊ ഹോം മീറ്റിംഗ് ധാരാളം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. ഈ ബിസിനസ്സിനെ ഈ ബാക്ക് ടു ബേസ് ആണ്. നമ്മളിനി ബാക്ക് ടു ബേസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ടീമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോം മീറ്റിംഗ്സിന്റെ എണ്ണം അത് വലിയ ഘടകം തന്നെയാണ്. ധാരാളം ഹോം മീറ്റിംഗ്സ് വെക്കുക. അത് നിങ്ങളൊരു ഡയറി വെച്ച് എവിടെയൊക്കെ ഹോം മീറ്റിംഗ് നടന്നു, എവിടെയൊക്കെ നടന്നിട്ടില്ല, ആർക്കൊക്കെ നടക്കാനുണ്ട്, ആർക്കൊക്കെ നടത്തിയിട്ടില്ല, എത്ര ഇനി നടത്തിയാൽ വീണ്ടും ഹോം മീറ്റിംഗ് വെക്കാൻ പറ്റുമോ, ഇങ്ങനെ ഹോം മീറ്റിംഗിലേക്ക് വലിയ രീതിയിൽ എന്ത് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യണം, നടക്കണം. ഹോം മീറ്റിംഗ്സ് ആണ് നമ്മളെ ബിസിനസ്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിജയിപ്പിക്കുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് എന്ത് ചെയ്യാം, പ്ലാൻ പ്രസന്റേഷൻസ്, അതുപോലെ തന്നെ എന്ത് ചെയ്യാം, സ്പോട്ടിൽ ഓപ്പൺ ചെയ്യുക, അതുപോലെ തന്നെ ഫോളോ അപ്പ് ആൻഡ് മാക്സിമം ട്രെയിനിങ് ആൻഡ് പ്രോഗ്രാംസ്. ഇതൊരു വലിയ ഘടകം. ഇത് നമുക്ക് ചിലപ്പോൾ നമ്മൾ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന തന്നെ ആയിരിക്കാം ബഹുഭൂരിഷ ആളുകൾക്കും. ചില പുതിയ ആളുകൾക്ക് ഇത് ചിലപ്പോൾ ഇത് അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. എന്നാൽ അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ശരിയായ രീതിയിൽ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ബിസിനസ്സിനകത്ത് നമുക്ക് പരാജയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം. കാരണം നമുക്ക് എപ്പോഴും ക്വാർട്ടർ ലെവലിൽ ടീം പൊന്തി വരുന്നുണ്ടെങ്കിൽ ബേസിക് നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ബേസിക് കാര്യങ്ങൾ ചെയ്യണം. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ അതുപോലെ തന്നെ എല്ലാ ട്രെയിനിങ്സും, അതുപോലെ തന്നെ എല്ലാ ട്രെയിനിങ്ങുകളും എല്ലാ ട്രെയിനിങ്, ഈവൻ ഈ ഹൈ പ്ലേയേഴ്സ് ഉൾപ്പെടെ. ഇപ്പൊ ഹൈ പ്ലേയേഴ്സിനകത്ത് നമുക്ക് ശരിക്കും ഹൈ പ്ലേയേഴ്സിന്റെ നമ്പർ നമുക്ക് നമ്മളെല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും പങ്കെടുപ്പിക്കാനും നമുക്ക് 500-1000 ഒന്നും നമ്മുടെ ലിങ്ക് പോരാ. അതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ആളുകൾ പങ്കെടുക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും എന്താ വെച്ചാൽ ആളുകൾക്ക് ചിന്ത വരുന്നത് നടന്നോളും, ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളും, ഞാനും എന്റെ ടീമൊക്കെ അറിയില്ലേ നടന്നോളും എന്ന ചിന്തകളൊക്കെ വരും. അങ്ങനെ ചിന്തകളൊന്നും വരരുത്. നിങ്ങള് ഈ ഹൈ പ്ലേയേഴ്സ് മീറ്റ്, അതുപോലെ തന്നെ നിങ്ങള് നമ്മുടെ എല്ലാ ട്രെയിനിങ്സും, അതുപോലെ തന്നെ RTPകൾ വരുമ്പോൾ, അതുപോലെ തന്നെ GTS, BOP, അതുപോലെ തന്നെ 1 ഡേ ട്രെയിനിങ്, പ്രൊഡക്ട് ട്രെയിനിങ്, വെൽനസ് ട്രെയിനിങ്, അതുപോലെ തന്നെ NDOകള്, അതുപോലെ തന്നെ ചെറുതും വലുതുമായ NDOകൾ, എല്ലാ ട്രെയിനിങ്ങിനകത്തും പങ്കെടുക്കണം. നമ്മളെ ജീവിതത്തിനകത്ത് ഇത്രയും കാലം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്നുള്ളത് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുക. ആയതുകൊണ്ട് നമ്മൾ തൽക്കാലം നമ്മളൊരു 2-3 വർഷത്തേക്ക് നമ്മൾ ഒന്നിനും ഫോക്കസ് ചെയ്യാതെ ഇതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ എല്ലാ ട്രെയിനിങ്സും പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യണം. എല്ലാതും. പലപ്പോഴും ചില ആളുകൾ പറയും, ഞാൻ ഇതിനകത്തൊന്നും വരുമാനം കിട്ടിയില്ല, വരുമാനം കിട്ടിട്ട് എന്നിട്ട് വേണം ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ. ചില ആളുകളൊക്കെ അങ്ങനെ പറയും, അല്ലെങ്കിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ. കാരണം അതല്ല, വരുമാനം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പല കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാ ട്രെയിനിങ്സും മീറ്റിംഗ്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, പങ്കെടുക്കുക. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, മോട്ടിവേഷൻ എന്ത് ചെയ്യുക, കമ്മിറ്റ്മെന്റ് എന്ത് ചെയ്യുക, നിങ്ങളെ മോട്ടിവേഷൻ, നിങ്ങൾക്ക് കാര്യം തുടങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും. മോട്ടിവേഷൻ അല്ലെ, മോട്ടിവേഷൻ. നമുക്കിപ്പോ ഒരു GTSന് പോയി അവിടെ നിന്ന് വിജയിച്ച ആളുകളുടെ സ്റ്റോറി കേൾക്കുന്ന ഒരു വ്യക്തി വരുന്നു, ഞാൻ അതിനകത്ത് കാർ എടുത്തു, 2,10,000 വാങ്ങുന്നു. അതുപോലെ എന്റെ അടുത്ത് ധാരാളം എന്റെ ടീമിൽ ധാരാളം കാർ അച്ചീവേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ഒരാൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മോട്ടിവേഷൻ ആവും അല്ലെ, മോട്ടിവേഷൻ ആവും. നമ്മൾ അങ്ങനെ എന്ത് ചെയ്യും, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ വിജയിപ്പിക്കുന്നത്. മോട്ടിവേഷൻ നിങ്ങളെ തുടങ്ങാൻ എന്ത് ചെയ്യും, നിങ്ങളെ ഉപകാരപ്പെടും. പക്ഷെ കമ്മിറ്റ്മെന്റ് ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, നിങ്ങളെ വിജയിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. ഇതിനകത്തുള്ള കമ്മിറ്റ്മെന്റ് എന്താ, ഇതാദ്യം നിങ്ങളുടെ ബിസിനസ് ആണെന്നുള്ള ചിന്തയാണ് ആദ്യത്തെ കമ്മിറ്റ്മെന്റ്. അതായത് ഈ ബിസിനസ് നിങ്ങളുടെ ബിസിനസ് ആണ്. ഇത് അപ്ലൈന്റെ ബിസിനസ് അല്ല, ഇത് ഡൗൺലൈന്റെ ബിസിനസ് അല്ല, നിങ്ങളെ കൂടെ വന്ന ആൾക്കാരുടെ ബിസിനസ് അല്ല. ഇത് എന്റെ ബിസിനസ് ആണ് എന്ന കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഓരോരുത്തർക്കും വേണം. അതായത് ഓണർഷിപ്പ് ഏറ്റെടുക്കുക. നമ്മളെ ബിസിനസിന്റെ
ഓണർഷിപ്പ്, ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുക. നമ്മളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഏറ്റെടുക്കണം. കാരണം നമ്മളെ ബിസിനസ് ആണത്. ഇപ്പൊ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുൻപ് എനിക്ക് എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ ഉണ്ടായിരുന്നു. 3-4 സ്ഥാപനങ്ങൾ എനിക്ക് മഞ്ചേരി, മലപ്പുറം, കോഴിക്കോടൊക്കെ 4 സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. ആയതുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തിന്റെ ഓണർ ഞാനാണ്. അത് ഞാൻ വേറൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. അയാൾ ചെയ്തോളുന്നോ മറ്റൊരാൾ ചെയ്തോളുന്നോ, തൊട്ടപ്പുറത്തുള്ള എന്റെ എൻട്രൻസ് കോച്ചിങ് സെന്റർ ഉണ്ട്, അതിന്റെ ഓണർ വന്ന് തന്നെ ചെയ്യോ, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം എന്താ, അതാണ് ട്രഡീഷണൽ ബിസിനസ്. ഈ ബിസിനസ്സിനകത്ത് നമുക്ക് അപ്ലൈന്റെ സപ്പോർട്ട് ഉണ്ടാവും, സിസ്റ്റത്തിന്റെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ ബിസിനസ് അല്ല എന്നൊരു കാഴ്ചപ്പാടിനകത്ത് ഇത് അവരെ ഉത്തരവാദിത്തമാണല്ലോ എന്നെ വിജയിപ്പിക്കല്, അല്ലെങ്കിൽ അവരാണല്ലോ എനിക്കെല്ലാം ചെയ്തു തരണ്ടേ എന്നൊക്കെ ചിന്തയോടുകൂടി നിങ്ങൾ ഒരു കാരണവശാലും ഇതിനെ കാണരുത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് നിങ്ങളുടെ ബിസിനസ് ആണ്, അത് എന്റെ ബിസിനസ് ആണ് എന്നുള്ള ചിന്ത നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഉണ്ടാവണം, ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ ബിസിനസ് നിങ്ങൾ പഠിക്കുക, ഡെപ്തിൽ ആഴത്തിൽ പഠിക്കുക. നിങ്ങൾക്ക് വിത്തൗട്ട് നോളജ് എന്ത് ചെയ്യാ, നിങ്ങൾക്ക് നേടാൻ സാധിക്കില്ല. പഠിക്കാൻ തയ്യാറാവണം. ഈ ബിസിനസ്സിലേക്ക് വന്ന് പാന്റ് ഷർട്ട് ഇൻസൈഡ് ചെയ്തിട്ട് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ബിസിനസ് വിജയിക്കാൻ സാധിക്കില്ല. പഠിക്കാൻ തയ്യാറാവണം. എന്താണ് ഈ ഇൻഡസ്ട്രി, ഈ ഇൻഡസ്ട്രിയുടെ സ്കോപ്പ്, വലിപ്പം എന്താണ്, ഇനി ഇതിന്റെ സാധ്യത എന്താണ്, ഫ്യൂച്ചർ എന്താണ്, വെൽനെസ് എന്താണ്, വെൽനെസിന്റെ ഫ്യൂച്ചർ എന്താണ്, വെൽനെസിന്റെ ആവശ്യം എന്താണ്, വൈ വെൽനെസ്, വാട്ട് വെൽനെസ്, എന്ത് ചെയ്യാം, ഹൗ വെൽനെസ്, ഇത് അല്ലെങ്കിൽ എന്ത് ചെയ്യാ, നമ്മുടെ നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയുടെ പൊട്ടൻഷ്യൽ എന്താണ്, ഇങ്ങനെ നമ്മൾ ഇതിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാവും. പഠിക്കുക, നന്നായിട്ട് ആഴത്തിലിറങ്ങി പഠിക്കുക. പഠിക്കും തോറും നമുക്ക് എന്ത് ചെയ്യും, കോൺഫിഡന്റ് കൂടും. കോൺഫിഡന്റ് കൂടും തോറും നമുക്ക് സക്സസ് നമുക്ക് എന്ത് ചെയ്യും, എളുപ്പത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് ഉണ്ടായിരിക്കും. കാരണം കോൺഫിഡന്റോട് കൂടി ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഡബിൾ ആയിരിക്കും. അപ്പൊ കോൺഫിഡന്റ് വേണമെങ്കിൽ എന്ത് വേണം, ആ ചെയ്യുന്ന മേഖലയെ കുറിച്ച് നോളജ് വേണം. അറിവുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആത്മവിശ്വാസം കൂടുന്ന പറയാം. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ബിസിനസ്സിനകത്ത് വിജയിക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ആഴത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ച് പഠിക്കണം. അതായത് ഇതിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാവാത്ത വ്യക്തി എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. കാരണം എന്താ, അവര് പ്രശ്നങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത്, പഠിക്കാൻ തയ്യാറാവുക. അതായത് വ്യക്തമായ ലക്ഷ്യങ്ങളില്ലാത്ത വ്യക്തി, പഠിക്കാൻ തയ്യാറാവാത്ത വ്യക്തി ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു പ്രശ്നങ്ങൾ മാത്രം സംസാരിക്കുന്ന വ്യക്തിയായിട്ട് മാറുന്ന പറയാം. അപ്പൊ അത് നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുക, വ്യക്തമായ ലക്ഷ്യങ്ങളോട് കൂടി എന്ത് ചെയ്യുക, ബിസിനസ് ചെയ്യുക. തീർച്ചയായിട്ടും അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതൊക്കെ നിങ്ങളെ ഒരു ഉത്തരവാദിത്വമാണ്. ഷോ ദ പ്ലാൻ. നിങ്ങൾ പ്ലാൻ പ്രസന്റ് ചെയ്യാൻ, നിങ്ങൾ തന്നെ പ്ലാൻ പ്രസന്റ് ചെയ്യണം. അതിനൊരു എക്സ്പേർട്ട് ആവണ്ട. എക്സ്പേർട്ട് ആവുന്ന എപ്പോഴാണ്, നിങ്ങൾ ആ കാര്യം തുടർച്ചയായിട്ട് ചെയ്ത് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് എക്സ്പേർട്ട് ആവാൻ പറ്റും, അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എക്സ്പേർട്ട് ആവണമെങ്കിൽ നിങ്ങൾ ചെയ്യാൻ തുടങ്ങണം. അതല്ലാണ്ട് നമ്മൾ ചെയ്താൽ ശരിയാവില്ല. നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, എക്സ്പേർട്ട് ആവാൻ പറ്റില്ല. ബി എ ടീം പ്ലെയർ. നിങ്ങൾ ടീം പ്ലെയർ ആവുക. റെസ്പോൺസിബിൾ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക. ഉത്തരവാദിത്തങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏറ്റെടുക്കുക. റെസ്പോൺസിബിലിറ്റി, നിങ്ങൾ ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആവുക. ഈ ബിസിനസ് ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുക. അതുപോലെ തന്നെയാണ് നമുക്ക് കമ്മിറ്റ്മെന്റ്, ടൈപ്പ് ഓഫ് കമ്മിറ്റ്മെന്റ്. നമുക്ക് ഈ ബിസിനസ്സിനകത്ത് കുറെ കമ്മിറ്റ്മെന്റ് ഉണ്ട്. ബിസിനസ് ലൈഫിൽ തന്നെ നമുക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ് ഉണ്ട്, അല്ലെ? പേഴ്സണൽ കമ്മിറ്റ്മെന്റ്. നമുക്ക് നമ്മളോട് എന്തുണ്ട്, നമുക്ക് നമ്മളോട് തന്നെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, ശരിയാണോ, അല്ലെ? പേഴ്സണൽ കമ്മിറ്റ്മെന്റ്, നമുക്ക് നമ്മളോട് തന്നെ ഒരു കമ്മിറ്റ്മെന്റ് വേണം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, സോഷ്യൽ കമ്മിറ്റ്മെന്റ്, അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെന്റ്, അതുപോലെ തന്നെ ടീം കമ്മിറ്റ്മെന്റ്, അതുപോലെ തന്നെ ബിസിനസ് കമ്മിറ്റ്മെന്റ്. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം എന്താ പേഴ്സണൽ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മളോട് ഒരു ഉത്തരവാദിത്വമാണ്. നമ്മൾക്ക് ഈ ബിസിനസ് ചെയ്യുന്ന വ്യക്തിക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മളോട് തന്നെ ഒരു കമ്മിറ്റ്മെന്റ് വേണം. കാരണം നമ്മളുടെ ലൈഫാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ഈ ബിസിനസ്സിന് വന്നിട്ട് ഏകദേശം കുറച്ച് വർഷങ്ങളും അതുപോലെ തന്നെ മാസങ്ങളൊക്കെ പോയ ആളുകളാണ്. നിങ്ങൾ ചിന്തിക്കുക, ഈ കഴിഞ്ഞു പോയിട്ടുള്ള ഈ സമയമോ ദിവസമോ ഇനി ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ, നിങ്ങൾക്ക് നിങ്ങളൊരു കമ്മിറ്റ്മെന്റ് വേണം. എന്തിനാ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നു, എനിക്കിനി എന്തില്ല, ഒരു ദിവസം ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടുത്താനില്ല എന്ന്. അതുപോലെ തന്നെ എന്നെ ഡിപ്പെൻഡ് ചെയ്തൊരു ഫാമിലി ഉണ്ട്. ഈ ഫാമിലി എന്നെ ആശ്രയിച്ചാണ് എന്റെ ഫാമിലി നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്കിനി എന്തില്ല, പ്രവർത്തിക്കാതിരിക്കാനുള്ള സമയമല്ല. ഒരു പേഴ്സണൽ കമ്മിറ്റ്, നമ്മൾ ഒരുപാട് ആ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട്, എന്റെ പേഴ്സണൽ കാര്യങ്ങൾ. അപ്പൊ ഒരു പേഴ്സണൽ കമ്മിറ്റ്മെന്റ് എന്താണ് ബിസിനസ്സിനകത്ത് വേണം. അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റി, ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ്. നമ്മൾ പണം ഉണ്ടാക്കുന്നത് നമുക്ക് നമ്മളുടെ കുടുംബത്തിന് മാത്രമല്ല. ഈ ബിസിനസ്സിനകത്ത് ചിന്തിച്ചു നോക്കും, നമ്മൾ പണം ഉണ്ടാക്കുന്നത് നമുക്ക് മാത്രമല്ല, നമ്മളിലൂടെ എത്രയോ ആളുകൾക്ക് ഈ ബിസിനസ്സിനകത്ത് ചെറുതും വലുതുമായി വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കണം. നിങ്ങളോട് ആരെങ്കിലും നെഗറ്റീവ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾ പറയുക, ഞാൻ എനിക്ക് മാത്രമല്ല വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, ഞാൻ നിങ്ങളോട് ഈ ബിസിനസ് പറയുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്കും ഇതിനകത്ത് ഒരു വലിയ വരുമാനം ഉണ്ടാക്കാനുള്ള അവസരമാണ് എന്ത് ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ കാര്യം നിങ്ങൾ തിരിച്ചറിയുക.
അതല്ലാണ്ട് മറ്റൊരു മേഖലയിലെ മറ്റു ബിസിനസ് ട്രഡീഷണൽ ബിസിനസ്സിനകത്ത് എന്ത് ചെയ്യാ സ്വന്തം കാര്യം ചിന്താബാദ് എന്ന് പറയുന്ന രീതിയിലാണ് ട്രഡീഷണൽ ബിസിനസ്സിനകത്താണെങ്കിൽ ഇത് അങ്ങനെയല്ല സുഹൃത്തെ. എന്റെ കൂടെ നിൽക്കുന്ന നമുക്കൊരു സൊസൈറ്റി എന്ത് ചെയ്യാണ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുകയാണ്, സൊസൈറ്റിയെ ബിൽഡ് ചെയ്തെടുക്കുകയാണ്. ഒരു സൊസൈറ്റിയിൽ അകത്ത് ഇന്ന് ആളുകൾക്ക് എന്ത് ചെയ്യാം, സാമ്പത്തികമായും ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുന്ന വലിയൊരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ആയതുകൊണ്ട് എന്ത് ചെയ്യാ, നമ്മള് ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് നിങ്ങൾ കാണിക്കുക. നമുക്കറിയാം ഇപ്പൊ മലബാർ മേഖലയിലാണ് ഇപ്പൊ ഏറ്റവും പഠനം വന്നു. മലബാർ മേഖല ഒരുപാട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എന്ത് ചെയ്യേണ്ടത് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഒരു പഠനം, ഒരു റിപ്പോർട്ട് ഇന്നലെ ഞാൻ കണ്ടതാ. അപ്പൊ ആ മലബാർ റിപ്പോർട്ട് എങ്ങനെയാ വന്നു ചോദിച്ചു കഴിഞ്ഞാല് ഒരു പേപ്പറിൽ വന്ന ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്ന റിപ്പോർട്ടാ. മലബാർ മേഖല ആരോഗ്യ മേഖല കുതിക്കുന്നു, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ധാരാളം വരുന്നത്. ശരിക്കും ആരോഗ്യ മേഖല കുതിക്കല, അത്രയും രോഗികൾ വന്നുകൊണ്ടിരിക്കുന്ന അർത്ഥം. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അത്രയും രോഗികൾ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടല്ലേ ഇവിടെ അത്രയും ഹോസ്പിറ്റൽസ് ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കി, അത്രയും രോഗികൾ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ മലബാർ മേഖല ആരോഗ്യ മേഖല കുതിക്കുകയല്ല ശരിക്കും ചെയ്യണത്, ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പറയുക. അത്രയും ഹോസ്പിറ്റൽസ് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. നമ്മൾ വെൽഹാട്ട് പൊടിപ്പിക്കുന്നത് എന്ത് ചെയ്യാണ്, ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ്. നമ്മളെ പല പ്രൊഡക്റ്റുകളും കഴിപ്പിക്കുന്നത് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് തന്നെയാണ് എന്ന ബോധം നമുക്ക് വേണം. കാരണം എന്താ, ഒരു ഹെൽത്തി കുടുംബങ്ങളെ, ഹെൽത്തി ഫാമിലി ഉണ്ടാക്കുക, അതുപോലെ തന്നെ വെൽത്തി ഫാമിലി ഉണ്ടാക്കുക, ഒരുപാട് ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഒരു മേഖല കൂടിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് വേണം. സ്വന്തം കാര്യം മാത്രമല്ല, ഒരു സൊസൈറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ചിന്ത നമുക്ക് വേണം. ആ ചിന്ത ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബിസിനസ്സിൽ കുറച്ചും കൂടി എന്ത് ചെയ്യാൻ, വർക്ക് ചെയ്യാൻ ഒരു കോൺഫിഡന്റ് കിട്ടും. അതുപോലെ തന്നെയാണ് ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെന്റ്. ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെന്റ് വേണം. ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റിൽ നമുക്ക് ഈ ബിസിനസ് വിജയിക്കാൻ സാധിക്കില്ല. കാരണം നമുക്ക് സ്വന്തം കുടുംബത്തോടൊരു കമ്മിറ്റ്മെന്റ് വേണ്ടേ, ഉണ്ടാവണമല്ലോ. സ്വന്തം കുടുംബത്തോട് കമ്മിറ്റ്മെന്റ് ഇല്ലാത്തൊരു വ്യക്തിക്ക് ആൾക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിക്കില്ല. എന്ന മാതിരി തന്നെയാണ് നമ്മളെ കുടുംബമാണ് സക്സസ്ബറി ഗ്ലോബൽ, നമ്മുടെ കുടുംബമാണ്. അപ്പൊ ഈ സക്സസ്ബറി ഗ്ലോബൽ നമ്മുടെ കുടുംബത്തോട് നമുക്ക് കമ്മിറ്റ്മെന്റ് വേണം. ഈ കുടുംബം നല്ല രീതിയിൽ പോകാനുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ ഈ കുടുംബത്തെ നമ്മൾ എന്ത് ചെയ്യണം, സക്സസ്ബറിയെ നമ്മൾ ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ നമ്പർ 1 ഓർഗനൈസേഷൻ ആക്കി നാളെ മാറ്റുന്ന ഉത്തരവാദിത്വം നമുക്കാണ്. ഓൾറെഡി എന്ത് ചെയ്യേണ്ട, ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ സക്സസ്ബറി ഗ്ലോബൽ. എന്നാലും നമ്മൾ എന്ത് വേണം, ഇനിയും 10 ഇരട്ടി ഫാസ്റ്റ് ആയിട്ട് വളരണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും വളർന്നാൽ മതി. പലപ്പോഴും എന്ത് ചെയ്യുന്നത്, നമ്മളെ തെറ്റിദ്ധാരണ എന്താണ്, പലപ്പോഴും ചില ആളുകളൊക്കെ എന്ത് ചെയ്യുന്നത്, ഇപ്പൊ ഓരോ സംഘടനയെ കുറിച്ചൊക്കെ കുറ്റം പറയും. സംഘടന, ഗാന്ധിജി പറയില്ലേ, നമ്മൾ ഓരോരുത്തരും നന്നായി ഇന്ത്യ നന്നായി എന്ന് പറയില്ലേ, എന്ന രീതിയിലാണ് നമ്മളങ്ങ് എന്ത് ചെയ്യുക, ഓർഗനൈസേഷനകത്തുള്ള സൂപ്പർ സ്റ്റാർ ആവാൻ വേണ്ടി നമ്മളങ്ങ് വർക്ക് ചെയ്ത് തുടങ്ങുക. നമ്മളുടെ മാറ്റമാണ് സിസ്റ്റത്തെ മാറ്റുന്നത്. അപ്പൊ ആയതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മളെ സക്സസ്ബറി ഗ്ലോബൽ ഓർഗനൈസേഷന്റെ ഒരു കമ്മിറ്റ്മെന്റ് വേണം. ഓർഗനൈസേഷൻ ചെയ്യുന്ന പ്രോഗ്രാം, ഓർഗനൈസേഷൻ പറയുന്ന പല കാര്യങ്ങളും, ഓർഗനൈസേഷന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് കൂടെ നിൽക്കുക, നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, വളർന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ടീം കമ്മിറ്റ്മെന്റ്, നമ്മുടെ ടീമിനോട് നമുക്ക് എന്താണ് കമ്മിറ്റ്മെന്റ് വേണം. പലപ്പോഴും ആളുകൾ എന്താ ചെയ്യാ, പവർ വീക്ക് എന്നൊക്കെ പറഞ്ഞ് വർക്ക് ചെയ്യാതിരിക്കും. എനിക്ക് അവിടെ പവറാണ്, ഞാൻ അവിടെ പോകേണ്ട ആവശ്യമില്ല. നീ പവറിലല്ലേ, ഞാൻ എന്തിനാണ് സപ്പോർട്ട് ചെയ്യണേ, ഞാൻ വീക്ക് നോക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഏറ്റവും വീക്കർ പവറാ. കാരണം പവർ ഉള്ളത് കൊണ്ട് ആളോട് വരുമാനം കിട്ടുന്നത്. അപ്പൊ നമ്മൾ പവറോ വീക്കോ നോക്കാതെ വർക്ക് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും സാധിക്കണം. നിങ്ങൾ അതിന്റെ റേഷ്യോ നിങ്ങൾക്ക് തീരുമാനിക്കാം. എങ്കിലും പവറോ വീക്കോ നോക്കാതെ വർക്ക് ചെയ്യാൻ സാധിക്കണം. നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളുകളെ വിജയിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ശ്രമിക്കുക മാത്രമല്ല ടീമിന് അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ കടക്കണം. നിങ്ങൾ ടീം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റാങ്കിനെ കുറിച്ചല്ല നിങ്ങൾക്ക് ടെൻഷൻ വേണ്ടത്. നിങ്ങളുടെ റാങ്ക് അല്ല നിങ്ങളെ പേടിപ്പിക്കേണ്ടത്. നിങ്ങൾ ടീമിനകത്ത് ഒരുപാട് റാങ്കുകൾ വരാൻ വേണ്ടിയുള്ള ശക്തമായ പ്രവർത്തനങ്ങളിലേക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ കടക്കണം. നിങ്ങൾ ടീമിനകത്ത് ഒരുപാട് റാങ്കുകൾ എന്ത് ചെയ്യണം, വരണം. ടീമിനകത്ത് ഒരുപാട് അച്ചീവ്മെന്റ്സ് വരണം. ടീമിനകത്ത് ഒരുപാട് ലീഡേഴ്സ് വരണം. ടീമിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരണം. അതിനുവേണ്ടി നിങ്ങൾ ശക്തമായിട്ട് എന്ത് ചെയ്യണം, പ്രവർത്തിക്കാൻ തയ്യാറാണ്. അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി ആ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് വേണം. അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ്, ഈ ഇൻഡസ്ട്രിയോട് നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മിറ്റ്മെന്റ്, ഈ ബിസിനസ്സോട് കമ്മിറ്റ്മെന്റ്. ഈ ബിസിനസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉള്ള ചിന്ത വരണം. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കല്യാണങ്ങളും കളവാളങ്ങളും ഒരുപാട് കാര്യങ്ങളെല്ലാം വരാം. പക്ഷെ ഈ ബിസിനസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് മറ്റൊന്നുള്ളൂ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുത്താൽ ഞാൻ ഈ ബിസിനസ് കഴിഞ്ഞിട്ട് വേറെ എന്തിനും പോവുള്ളൂ. കാരണം എന്താ, ഞാനൊരു 3-4 വർഷം ഒരു പ്രവാസിയെ പോലെ വർക്ക് ചെയ്യാൻ ഞാൻ തീരുമാനിച്ച വ്യക്തിയാണ്. ആയതുകൊണ്ട് തന്നെയാണ് ഒരു പ്രവാസിക്ക് എന്തെല്ലാം ഉണ്ടാവും അതൊക്കെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാവാൻ കാരണം, പ്രവാസിയേക്കാൾ കൂടുതൽ നമുക്ക് ഉണ്ടാവാൻ കാരണം എന്താ, നമ്മൾ അങ്ങനെയാണ്, ബിസിനസ്സുകാർ അങ്ങനെയാണ്. ബിസിനസ്സിനോടാണ് കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക. ആ വീട്ടില്
3 കുട്ടികളുണ്ടെങ്കിൽ അതിന് 4ാമതൊരു കുട്ടി, മൂത്ത കുട്ടി എപ്പോഴും ബിസിനസ് ആയിരിക്കും ഒരു ബിസിനസ്സുകാരനെ. അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും ഉണ്ടാവുള്ളൂ. ആയതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളൊരു ബിസിനസ് കമ്മിറ്റ്മെന്റ് ഒരു വ്യക്തി കൂടിയായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മാറണം. കമ്മിറ്റ്മെന്റ്, ഇതിനെ കുറിച്ച് ശരിക്കും കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പക്ഷെ സമയക്കുറവോട് ഞാൻ ഓടിച്ചു പോയി എന്നുള്ളതാണ്. ക്ലിയർ. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, നമുക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യണം. പലപ്പോഴും ഈ ബിസിനസ്സിനകത്ത് ഗോൾ സെറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഗോളുകൾ ഉണ്ടാവാം, കാറ്, അതുപോലെ തന്നെ വലിയ വീടുകൾ, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഗോളുകൾ നമുക്കുണ്ട്, ഉണ്ടാവാൻ നല്ല ഉണ്ട്, ശരിയാണ്. പക്ഷെ നിങ്ങളൊരു ഈ ബിസിനസ്സിനകത്ത് ഒരുപാട് ഗോൾസ് നിങ്ങൾ സെറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഒരു ഗോൾ സെറ്റ് ചെയ്ത് നിങ്ങൾ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഫീൽഡിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരുപാട് നോ കേൾക്കേണ്ടി വരും. അതായത് ഒരുപാട് എന്ത് ചെയ്യുക, നോ കേൾക്കേണ്ടി വരും. കാരണം ഒരുപാട് നോ കേൾക്കുക എന്ന് പറഞ്ഞാൽ, അത് നോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇനി അങ്ങോട്ട് വരണ്ടെന്നല്ല. അവർ ജസ്റ്റ് തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പറയുന്ന ബിസിനസ് പറയുന്നവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മനസ്സിലാവാൻ പറ്റുന്ന സാഹചര്യത്തിൽ അല്ലാത്തതുകൊണ്ട് അവർ നോ പറയുന്നത്. അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രി കുറിച്ച് നോ പറയേണ്ട യാതൊരു കാര്യമില്ല. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് നോ കേട്ടേക്കാം. നോ കേട്ടാലും നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് ഡോണ്ട് വറി അബൌട്ട് നോ. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യണ്ട, അത് വറി ചെയ്യണ്ട. കാരണം എന്താ, ഇത് നമുക്കറിയാലേ, തമ്പിൽ സംബോൺ എന്ത് ചെയ്യാണ്, നമുക്കറിയാം സോ വാട്ട്. അതായത് ചില ആളുകൾ എന്ത് ചെയ്യും, ചില ആൾക്കാർ ചെയ്യില്ല. എനിക്കെന്താ, ഞാൻ അടുത്ത ആളുകളെ സമ്മൺ ഈസ് വെയിറ്റിംഗ്, അതായത് അടുത്തൊരാൾ വെയിറ്റ് ചെയ്യുന്നുള്ള ചിന്ത എന്ത് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക. ചില ആളുകൾ ചെയ്യും, ചില ആൾക്കാർ ചെയ്യില്ല. എനിക്കെന്താ, ചെയ്താലും ഇല്ലെങ്കിലും കുഴപ്പം, ഞാൻ അടുത്ത ആളുകളിൽ പോകുന്നു, അതൊരു കാഴ്ചപ്പാടാണ്. ക്ലിയർ. നമ്മളുടെ ബിസിനസ് പറയുന്ന എല്ലാം ചെയ്തോണമെന്നില്ല. അപ്പൊ നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുക, ഫീൽഡിലേക്ക് ഇറങ്ങുക. എന്നിട്ട് എന്ത് വേണം, ബെറി സ്റ്റാർ, പെട്ടെന്ന് ടീമിനകത്ത് ഓരോ റാങ്കുകൾ സെറ്റ് ചെയ്യുക. ബെറി സ്റ്റാർ, ബെറി ഡബിൾ സ്റ്റാർ, ഫാസ്റ്റ് ട്രാക്കർ, TC, ATC, DTC, STC, ഓരോ റാങ്കുകൾ, RTC, ഇങ്ങനെ നിങ്ങൾ പെട്ടെന്ന് ടീമിനകത്ത് റാങ്കുകൾ സെറ്റ് ചെയ്യണം. ഈ ടീമിനകത്ത് ഒരുപാട് പുതിയ റാങ്കുകളെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമുക്കറിയാലോ, ഈ ഒഴുക്കില്ലാത്ത വെള്ളം, കെട്ടിക്കിടക്കുന്ന വെള്ളം നമ്മൾ എന്ത് ചെയ്യില്ല, ആരും ഒന്നിനും ഉപയോഗിക്കില്ല എന്ന രീതിയിലാണ്. ഒരു റാങ്കിൽ തന്നെ നമ്മളിങ്ങനെ കുറെ കാലം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ വാല്യൂ അല്ലെങ്കിൽ നമ്മളുടെ എന്ത് ചെയ്യാണ്, നമ്മുടെ വാല്യൂ നഷ്ടപ്പെടും. അപ്പൊ ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഓരോരോ റാങ്കുകൾ നിങ്ങൾ പെട്ടെന്ന് മാറണം. അതാണ് നിങ്ങൾ ഓരോ ടൈം പീരീഡ്, നമുക്കറിയാം ഓരോ ടൈം പീരീഡ് നമുക്ക് സക്സസ്ഫുള്ളി തന്നെ നമുക്ക് എന്തുണ്ട്, ഓരോ റാങ്കിന് മാറുന്ന ടൈം നമുക്ക് വ്യക്തമായിട്ട് ഇതിൽ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ റാങ്കുകളും നിങ്ങൾ പെട്ടെന്ന് സെറ്റ് ചെയ്യുക. അതുപോലെ നിലവിലുള്ള റാങ്കിൽ നിന്ന് അടുത്ത റാങ്കിലേക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുക, നമുക്ക് മാറുക. അത് പ്രധാനപ്പെട്ട ഘടക. റാങ്കുകൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല, ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഈ ഒഴുക്കില്ലാത്ത വെള്ളത്തിനൊന്നും ഒന്നും ഉപയോഗിക്കില്ല, കുടിക്കില്ല, അതുപോലെ തന്നെ അത് ഒന്നിനും ഉപയോഗിക്കില്ല. എന്ന മാതിരി തന്നെയാണ് നമ്മൾ റാങ്ക് മാറിയിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് റാങ്കുകൾ എന്ത് ചെയ്യാൻ മാറാം ടീമിനകത്ത് അപ്പൊ നമ്മളെ റാങ്ക് മാറുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ ടീമിനകത്ത് കുറച്ച് റാങ്ക് ഒരുപാട് പുതിയ റാങ്കുകൾ ഉണ്ടാക്കിയാൽ മതി. അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, കിടക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുകയാണ്, ടു ഹാവ് സക്സസ്ഫുൾ ബിസിനസ് ഓപ്പണിംഗ്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ആ റാങ്ക് അടിക്കാൻ വേണ്ടി ഒരു പെർഫെക്റ്റ് ട്രൈ ടു ബി പെർഫെക്റ്റ് ഫ്രം ദ സ്റ്റാർട്ട് ചെയ്യുക. തുടക്കത്തിൽ തന്നെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക, നല്ല ലിസ്റ്റ് ബിൽഡ് ചെയ്യുക. അങ്ങനെ ഈ ബിസിനസ് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മളെ ആറ്റിറ്റ്യൂഡും നോളജിലും മാറ്റങ്ങൾ വരിക. നമ്മൾ എവിടെ നിന്ന് വന്നു എന്നുള്ളതല്ല, നമ്മളെ ബാധിക്കുന്നത്, എങ്ങോട്ടാണ് നമ്മൾ എത്തേണ്ടത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ മനോഭാവത്തിലും നിങ്ങളെ അറിവിലും നിങ്ങളെ ആറ്റിറ്റ്യൂഡിലും ഒക്കെ എന്ത് ചെയ്യുക, സമൂലമായ മാറ്റങ്ങൾ വരുത്തുക. മനോഭാവത്തിന് മാറ്റം വരുത്തുക. നമുക്ക് എന്ത് ചെയ്യാം, ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ, ഒരുപാട് കാര്യങ്ങൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചും അതുപോലെ പല കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ആ മേഖലയിലേക്ക് എന്ത് ചെയ്യുന്നത് പോവാത്തത്. ആറ്റിറ്റ്യൂഡ് വലിയ ഘടകമാണ് ബിസിനസ്സിനകത്ത്. ആറ്റിറ്റ്യൂഡ് വലിയ ഘടകമാണ്. അതായത് നമുക്ക് ആറ്റിറ്റ്യൂഡ് ക്ലിയർ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഈ ബിസിനസ് വിജയിക്കാൻ സാധിക്കില്ല. പോസിറ്റീവായ ആറ്റിറ്റ്യൂഡ്, ഹൈപ്പർ ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവായ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക. അതായത് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുത്താലേ അതിനകത്ത് ഒരു പോസിബിലിറ്റി ഉണ്ടാവുള്ളൂ എന്ന് പറയാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക. നോളജ്, അറിവ് ഉണ്ടാക്കിയെടുക്കുക. അത് അറിവിനകത്തൊക്കെ മാറ്റം വരിക. ചിലപ്പോ നിങ്ങളൊരു അധ്യാപകനോ അല്ലെങ്കിൽ നല്ല അറിവുള്ള വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങൾ പല മേഖലയിൽ വലിയ അറിവുള്ള വ്യക്തികളൊക്കെ ആയിരിക്കാം. പക്ഷെ ഇവിടെ വരുമ്പോ ഇവിടുത്തെ എന്ത് ചെയ്യുക, നോളജും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ അപ്പിയറൻസിന് മാറ്റം വരുത്തുക. നിങ്ങൾ ഔട്ട്ലുക്ക്, മൊത്തത്തിലുള്ള ലുക്കിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു മാറ്റം വേണം. നിങ്ങൾ അപ്പിയറൻസിന് എന്ത് ചെയ്യുക, മാറ്റം വരുത്തുക. ഇതൊക്കെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു മെന്റർ നിർബന്ധമാണ്. ഒരു മെന്റർ ഇല്ലാണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഈ ബിസിനസ്സിന് വിജയിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഒരിക്കലും മെന്റർ ഇല്ലാണ്ട് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ടൂറ് പോയിട്ട് ആരും ഉപദേശിക്കാൻ നമുക്ക് ശരിയായ വഴികാട്ടി ഇല്ലാണ്ട് കാര്യങ്ങൾ നേരാവണ്ണം പറഞ്ഞു തരാതെ നമ്മൾ നല്ലൊരു സ്ഥലത്ത് ടൂറ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ടൂറ് കൊള്ളാവും. കാരണം എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല, പോകണമെന്ന് അറിയില്ല, എവിടെ എത്തണമെന്ന് അറിയില്ല. എന്നാൽ നമ്മള് അവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവും.
അതാണ് ഒരു മെന്റർ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല. കാരണം ഒരുപാട് അബദ്ധങ്ങൾ ചെയ്യുന്നതൊക്കെ ഒരു മെന്റർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ മാറ്റാൻ സാധിക്കും. മെന്റർ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം ആയിക്കോണം എന്നില്ല. മെന്ററിനെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മളറിയില്ല 3 പവേഴ്സ് ഉണ്ടല്ലോ, പവർ ഓഫ് സ്പോക്കൺ വേർഡ്സ്, പവർ ഓഫ് എന്ത് ചെയ്യുക സബ്മിഷൻ, പവർ ഓഫ് യൂണിറ്റി. ഈ 3 പവറിൽ എന്ത് ചെയ്യാണ് സബ്മിഷൻ, പവർ ഓഫ് സബ്മിഷൻ. നിങ്ങൾ എന്ത് ചെയ്യുക ഒരു മെന്ററിൽ പവർ ഓഫ് സബ്മിഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അടിയോട് പറയുക ഒരു മെന്റർ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ആ മെന്റർ ഒരിക്കലും എന്ത് ചെയ്ത് ക്രോസ് ലൈൻ ആവരുത്. ആ മെന്റർ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മറ്റ് എന്ത് ചെയ്യുക ക്രോസ് ലൈനിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീം ലീഡേഴ്സ് അല്ലാതെ ആവരുത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ലീഡറോ എന്ത് ചെയ്യാൻ തൊട്ട ബോൾ ലീഡർ ആവണമെന്നില്ല, അതിന്റെ മുകളിൽ ഏതെങ്കിലും നിങ്ങളുടെ ആ എല്ലോയ്സിൽ നിങ്ങളുടെ ലൈൻ ഓഫ് സ്പോൺസറിംഗ് എന്ന ലീഡർ നിങ്ങൾക്ക് നിങ്ങൾ ഒരു മെന്റർ വേണം. മെന്റർ ഇല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയാം നിങ്ങൾക്ക് ഈ ബിസിനസ്സിനകത്ത് വിജയിക്കാൻ സാധിക്കില്ല. ചിലപ്പോൾ ചില റാങ്കുകളൊക്കെ വന്നു തരാം, പക്ഷെ ഒരു ഹയർ ലെവലിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല. ഒരു മെന്റർ നിങ്ങൾക്ക് ആവശ്യമല്ല, അത്യാവശ്യമാണ്. ആ മെന്റർ എടുത്ത് എന്ത് ചെയ്യണം, നിങ്ങൾ പ്രോഗ്രസ് ചെക്ക് ചെയ്യണം. ഒരു 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ നിങ്ങളുടെ മെന്ററുടെ ഒപ്പം ഇരുന്ന് നിങ്ങളെ പ്രോഗ്രസ്, നിങ്ങളെ വർക്കിന്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. എന്നിട്ട് കറക്റ്റ് ചെയ്യണം, എന്നിട്ട് മൂവ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ആക്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടാവും, നിങ്ങൾക്ക് ഒരു ഷാർപ്പൻ ആക്ഷൻസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഒരു മെന്റർ മസ്റ്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, no one is coming to save you, this life is 100% your responsibility. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതം സേവ് ചെയ്യാൻ ആരും വന്നോണമെന്നില്ല. നിങ്ങളുടെ ജീവിതം 100% നിങ്ങളുടെ ജീവിതം 100% നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. വേറൊരാള് പലപ്പോഴും ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ് എന്റെ ലൈഫ് സക്സസ് ആക്കാൻ വേറൊരാൾ വരും എന്നുള്ള ചിന്ത. ഒരിക്കലും ഇല്ല. നമ്മളുടെ ലൈഫ് നമ്മളുടെ ഉത്തരവാദിത്തമാണ്, നമ്മൾ സമ്പൂർണ്ണമായും നമ്മളുടെ ഉത്തരവാദിത്തം തന്നെയാണ്, അല്ലെ? അത് ആ സത്യം നിങ്ങൾ തിരിച്ചറിയുക. നമ്മളുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആരും സേവ് ചെയ്താൽ വന്നോണമെന്നില്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാട്, ഒരു ചിന്താഗതി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് ഈ ബിസിനസ്സിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, വലിയ രീതിയിൽ വിജയിക്കാൻ സാധിക്കും. കാരണം നമുക്ക് ഈ ബിസിനസ്സിനകത്ത് വേണ്ട പ്രധാനപ്പെട്ട 3 ഐകളുണ്ട്. എന്താണ്? ഇൻഫർമേഷൻ, ഇൻസ്പയർ, എന്ത് ചെയ്യാൻ, ഇൻഫ്ലുവൻസ്. ഇത്തരം കാര്യങ്ങൾ, അതായത് ഇൻഫർമേഷൻ ശരിയായ രീതിയിൽ എന്ത് ചെയ്യുക, ഇൻഫർമേഷൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അതായത് ശരിയായ രീതിയിൽ ഇൻഫർമേഷൻ സ്വീകരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, തയ്യാറാണ്. ഇൻഫർമേഷൻ, കാരണം നല്ല ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുക, നിങ്ങളെ ഇൻപുട്ട്, നിങ്ങളെ ഇൻപുട്ട് എന്താണോ അതാണ് നിങ്ങൾ ഔട്ട്പുട്ട് എന്ന് പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ശരിയായ ഇൻഫർമേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻപുട്ട് ചെയ്യുക. നിങ്ങൾക്ക് കേൾക്കാൻ, നിങ്ങളത് എന്ത് ചെയ്യണം, പഠിക്കാനും അതുപോലെ തന്നെ ചെയ്യണം. അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളെ ഇൻസ്പയർ ചെയ്യണം. നിങ്ങൾ സ്വയം അതുപോലെ ടീമിനകത്ത് നിങ്ങൾ എന്ത് ഇൻസ്പയർ ചെയ്യണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഇൻഫ്ലുവൻസ്, നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കണം. നിങ്ങൾക്ക് ഒരുപാട് ആളുകളിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം. ഈ ബിസിനസ്സിനകത്ത് ഇന്ന് നമ്മൾ സംസാരിച്ചതിനകത്ത് ബേസിക് കാര്യങ്ങളാണ് സംസാരിച്ചത്. ബേസിക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാണ്, നമുക്ക് നമ്മളെ ആവേശഭരിതരാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ നമുക്ക് പല കാര്യങ്ങൾ സംസാരിക്കാം. പക്ഷെ നമുക്ക് അറിയേണ്ടത് വെച്ചാൽ നമ്മൾ ഈ ബിസിനസ്സിനകത്ത് വിജയിക്കുന്നത് ബേസിക് കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ചെയ്യുമ്പോഴാണ്. ഇന്ന് നമ്മൾ ഈ പറഞ്ഞ കാലത്ത് ബേസിക് കാര്യങ്ങളാണ്. ബേസിക് കാര്യങ്ങളും ആണ് നമ്മൾ ഇത് പറഞ്ഞിട്ടുള്ളതും അതാണ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്. ബേസിക് കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇന്ന് ഈ സംസാരിച്ചതിനകത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ കറക്റ്റ് ആയിട്ട് ചെയ്യുക. കാരണം നമുക്ക് ഈ ബിസിനസ്സിനകത്ത് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ, നമ്മളുടെ ആഗ്രഹങ്ങൾ എന്ത് ചെയ്യുക, നേടാൻ, നമ്മൾക്ക് ജീവിതത്തിനകത്ത് ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആയിട്ട് മാറാനാണ് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് എന്ത് വന്നിട്ടുള്ളത്. ശരിയല്ലേ? കാരണം നമ്മള് വന്നിട്ടുള്ള മേഖല എന്തോ ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് എത്തേണ്ടത് ഇതൊക്കെ തന്നെയാണ്. സക്സസിലേക്ക് എത്താണ്ട്. സക്സസ് എന്നുള്ള സാധനം ആർക്കും വെറുതെ കിട്ടിയിട്ടില്ല. സക്സസ് എന്ന സാധനം അത് താഴോട്ടല്ല, അത് മേലോട്ട് പോകുമ്പോൾ തന്നെയാണ് കിട്ടുക. IAS കിട്ടണമെങ്കിൽ പഠിച്ച് പോകണം. നിങ്ങൾ IAS താഴോട്ട് വരില്ല. അയ്യപ്പനെ കാണണമെങ്കിൽ 18 പടി കയറി തന്നെ വേണം. 2 പടി കയറിയിട്ട് അയ്യപ്പ ഒന്ന് താഴേക്ക് വരുമോ വെച്ചാൽ അയ്യപ്പൻ വരൂല. അത് 18 പടി കയറി തന്നെ വേണം. എല്ലാം അങ്ങനെ തന്നെയാണ്. സക്സസ് ഉണ്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കാനും നിങ്ങൾ പ്രവർത്തിക്കാനും അതുപോലെ തന്നെ നിങ്ങളെ സക്സസിന് വേണ്ടി നിങ്ങൾ മാറാൻ നിങ്ങൾ തയ്യാറാവണം. കാരണം ജീവിതത്തിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആസ്വദിക്കാനുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആസ്വദിക്കാനുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഒരു ഹൈപ്ലേസ് മീറ്റ് കാണുന്നത്, കേൾക്കുന്നത്, നിങ്ങൾ സ്വിറ്റ്സർലാൻഡിൽ നിങ്ങൾ കേൾക്കുന്നത് ചിന്തിച്ചു നോക്കിയേ. സ്വിറ്റ്സർലാൻഡിലെ ഒരു നല്ല അടിപൊളി സ്ഥലത്തിരുന്ന് കേൾക്കുന്നത് ചിന്തിച്ചു നോക്കിയേ. അല്ലെങ്കിൽ ഒരു ലക്ഷറി സ്ഥലത്തിരുന്ന് കേൾക്കുന്നത് ചിന്തിച്ചു നോക്കിയേ. അതൊക്കെ നേടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ബിസിനസ്സിനകത്ത് പഠിക്കാനും പ്രവർത്തിക്കാനും മാറാൻ തയ്യാറാവണം. നമുക്കറിയാലോ, ഇപ്പൊ മുബീൻ സാറ്, നമ്മൾ ഈ ഹൈപ്ലേസ് മീറ്റിനകത്ത് മുബീൻ സാർ ഇല്ല, പക്ഷെ അദ്ദേഹം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഈ ഹൈപ്ലേസ് നമുക്കൊരു ക്ലാസ് എടുത്തത് എവിടെ നിന്നാ, അദ്ദേഹം അമേരിക്കയിൽ അല്ലേ? ആ അമേരിക്കയിൽ അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ കണ്ടില്ലേ? അതായത്
ലോകത്തെ നമ്പർ കോടീശ്വരന്മാര് താമസിക്കുന്ന കൂട്ടത്തിൽ അവിടെയാണ് അദ്ദേഹം താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പുറമെ അദ്ദേഹത്തിന് ലക്ഷറി ലൈഫ് തന്നെ എന്താ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത്ര അതെന്താ ഈ ഇൻഡസ്ട്രി ഉണ്ടാക്കിയതല്ലേ, ഈ ഇൻഡസ്ട്രി കൊടുത്തതല്ലേ, ഇൻഡസ്ട്രിക്ക് അത് ശക്തമായി പ്രവർത്തിച്ച് അദ്ദേഹം നേടിയതല്ലേ. അപ്പൊ എന്നാൽ എന്ന രീതിയിൽ തന്നെ ഇതൊക്കെ നമുക്ക് നേടാൻ സാധിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം കാര്യങ്ങള്, ബേസിക് കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ മാറാനും അതുപോലെ തന്നെ പഠിക്കാനും ഒക്കെ തയ്യാറായാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. കാരണം സക്സസ് എന്ന് പറഞ്ഞാൽ അത് വെറുതെ കിട്ടുന്നല്ല, അത് നമ്മളുടെ ശക്തമായ പ്രവൃത്തിയിലൂടെയും മാറ്റങ്ങളിലൂടെ നമുക്ക് എത്തിച്ചേരുന്നതാണ് സക്സസ് പറയും. സക്സസിന് പുറകെ നിങ്ങൾ പോകണ്ട. നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങളെല്ലാം ഈ പറഞ്ഞ കാലഘട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാം? മാറാനും പ്രവർത്തിക്കാൻ തയ്യാറായാൽ സക്സസ് നിങ്ങളെ തേടി വരും. പണത്തെ തേടി വരും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പ്രവൃത്തികൾ, നിങ്ങളുടെ വർക്കും നിങ്ങൾ ശരിയായ രീതിയിലാവുമ്പോ പണം നിങ്ങളെ തേടി വരും. നിങ്ങളത് മനസ്സിലാക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങളെ ശക്തമായിട്ട് പ്രവർത്തിക്കുക. അവിടുത്തെ ബെറിയുടെയൊക്കെ വലിയ വലിയ റാങ്കുകൾ എന്ത് ചെയ്യുക? നിങ്ങൾ പ്ലാൻ ചെയ്യുക. വലിയ റാങ്കുകൾ നിങ്ങളത് പ്ലാൻ ചെയ്യുക. ടീമിനകത്ത് ധാരാളം റാങ്കുകളൊക്കെ പ്ലാൻ ചെയ്ത് ശക്തമായിട്ട് ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യുക. ഫീൽഡ് വർക്കാണ് ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ പറയാണ്, ഫീൽഡിൽ ഇറങ്ങാതെ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾ ഫോണിൽ ഈ ബിസിനസ് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കരുത്. ഫീൽഡിലാണ് നമുക്ക് എന്ത് ചെയ്യണത്? മുത്തും പവിഴവും ഡയമണ്ട്സും ഒക്കെ കിടക്കുന്നത് ഫീൽഡിലാണ് അല്ലെ. ആഴങ്ങളിലേക്ക് ഇറങ്ങി പോകുമ്പോഴാണ് മുത്തും പവിഴവും കിട്ടുക എന്ന രീതിയിൽ തന്നെ ഫീൽഡിലേക്ക് ഇറങ്ങാൻ നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യുക. വെയിലാണ്, ചൂടാണ്, മഴയാണ്, കാറ്റാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ തണുപ്പാണ്, ഇതൊന്നും പറഞ്ഞ് നിങ്ങൾ ഇരിക്കരുത്. കാരണം എന്താ? നിങ്ങളൊരു ബിസിനസ് തുടങ്ങി, വെയിലാണ് അല്ലെങ്കിൽ മഴയാണ് ബിസിനസ് എന്ത് ചെയ്യാൻ പൂട്ടിയിടുമോ? ഒരിക്കലുമില്ല. നമ്മളെ വെയിലും മഴയും ഒന്നും നമ്മളെ ബാധിക്കരുത്. കാരണം വെയിലും മഴയൊക്കെ ബാധിക്കുക മടിയന്മാർക്കാണ് ഇതൊക്കെ ബാധിക്കുക. നമ്മളിപ്പോ ഒരു എമർജൻസി ആയിട്ട് ഒരു കാര്യത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങാന്ന് വിചാരിക്കുക. ചിലപ്പോൾ നമ്മളെ അത് പോയേ പറ്റൂ എന്നൊരു കാര്യത്തിന് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളത് എത്തിയിരിക്കും. മഴ പെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ നടന്ന് മഴ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചു പോകും, അതല്ലേ വാഹനത്തിൽ പോകും, അതല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു കുട ചൂടി പോവും, അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ പോകും. ശരിയാണോ അല്ലേ? പോണം തീരുമാനിച്ച ഒരാൾക്ക് എന്ന രീതിയിൽ തന്നെയാണ് ഈ ബിസിനസ്സിനകത്തും. ഇവിടെ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ ഇറങ്ങുക, വർക്കിനിറങ്ങുക. രാവിലെ ഇറങ്ങുന്ന ശീലം, നേരത്തെ ഇറങ്ങുന്ന ശീലം ഉണ്ടാക്കുക. നേരെ വഴുകി കയറുന്ന ശീലം ഉണ്ടാക്കുക. ബിസിനസ്സിലായിരിക്കണം, വേറെ പോയിരുന്നിട്ടാവരുത്. നേരെ വഴുകി കയറുന്ന ഒരു ശീലം നിങ്ങൾ എന്ത് ചെയ്യുക? ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3-4 വർഷം നിങ്ങൾ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിനകത്ത് വലിയ രീതിയിൽ സക്സസ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് വർക്കിന് പോയപ്പോ എനിക്കുണ്ടായ ഒരു അനുഭവം. ഞാൻ ഒരു 3-4 വർഷം മുമ്പ് ഞാൻ അവിടെ പൾസർ ബൈക്കിന് ഞാൻ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാൻ കൊടുത്ത ഒരു കട, ഒരു ചെറിയൊരു ടൈലർ ഷോപ്പും അതുപോലെ തന്നെ ഒരു ഒരു റെഡിമെയ്ഡ് ചെറിയൊരു കട. അവിടെ ഭാര്യയും ഭർത്താവും കൂടിയാണ് ആ സ്ഥാപനം നടത്തുന്നത്. ഹസ്ബൻഡ് ആണെങ്കിൽ നല്ലൊരു കഴിവുള്ള വ്യക്തിയാണ്. ഞാനൊരു 4-5 വർഷം കോവിഡിന്റെ ജസ്റ്റ് മുമ്പ് ഞാൻ അവിടെ പ്ലാൻ കൊടുത്ത ഒരു പൾസർ ബൈക്കാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അത് കൊണ്ടുപോയി ഞാൻ ഈ ബിസിനസ് പ്ലാൻ കൊടുത്തിരുന്നു. അന്ന് ആളെന്നോട് പറഞ്ഞത് ഇത് നടക്കില്ല, ശരിയല്ല, എന്നെ കൊണ്ട് വിജയിക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞു. നോക്കട്ടെ, ഞാനൊന്ന് പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമുക്കും തന്നെ പുതിയ ആളുകളിലേക്ക് പോകുന്നതുകൊണ്ട് ഞാൻ അയാളെ ഫോളോ അപ്പ് ചെയ്യാൻ ഞാനും വിട്ടുപോയി. പക്ഷെ ഞാനിപ്പോ ഇന്നലെ വർക്കിന് പോയപ്പോ ഞാൻ വളരെ യാദൃശ്ചികമായിട്ട് വീണ്ടും അവിടേക്ക് ചെന്നു. അന്ന് ചെല്ലുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യാണ്? നമ്മളെ ഈ ഒരു കാറും ഈ ഒരു സെറ്റപ്പ് ഒക്കെ ചെന്നിറങ്ങുമ്പോ ആളെന്നെ എന്ത് ചെയ്യാ കണ്ടു. ഞങ്ങൾ സംസാരിച്ചു. ആൾക്ക് പറയാ, അന്ന് ചെയ്താൽ മതിയായിരുന്നു, കൂടെ നിന്നാൽ മതിയായിരുന്നു എന്നില്ലേ. നിങ്ങൾ ചിന്തിച്ചു, അതൊരു ഉള്ളിൽ നിന്ന് വന്നൊരു കാര്യമാണ്. അന്ന് ചെയ്താൽ മതിയായിരുന്നില്ലേ, കൂടെ നിന്നാൽ മതിയായിരുന്നില്ലേ. ചിന്തിക്കുക, അത് ഒരു വലിയൊരു അവസരം കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ഉള്ള വേദന നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു വേദന ഭാവിയിൽ നമുക്ക് ആർക്കും ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യണം. നമുക്ക് എല്ലാം ദൈവം തരും. അധ്വാനിക്കുന്നവരും കഷ്ടപ്പെടുന്നവരും എന്റെ അടുത്ത് വരുന്ന എന്ത് ചെയ്യുന്നില്ല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ അധ്വാനിക്കാനും കഷ്ടപ്പെടാനും നിങ്ങൾ തയ്യാറാകുക. വലിയ വിജയങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, വലിയ വിജയം ഉണ്ടായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക? ശക്തമായിട്ട് പ്രവർത്തിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളെ എപ്പോഴും നിങ്ങൾ റിമൈൻഡ് ചെയ്യുക. എന്തിനു ഞാൻ ബിസിനസ്സിലേക്ക് വന്നു? ഒരാൾ നോ പറയുമ്പോ എന്തിനു ഞാൻ ബിസിനസ്സിലേക്ക് വന്നു? ആ നോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെ ബാധിക്കില്ല. ഫീൽഡിൽ നിങ്ങൾ ക്ഷീണം തോന്നുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്തിനു ഞാൻ ബിസിനസ്സിലേക്ക് വന്നു? നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് റിമൈൻഡ് ചെയ്യുക. ആ ക്ഷീണം നിങ്ങളെ ബാധിക്കുന്നില്ല. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക? നിങ്ങൾ എന്തിനു വന്നു എന്നുള്ളത് നിങ്ങളെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യുക. ഫീൽഡിലെ സൂപ്പർ സ്റ്റാർ ആവുക. ടീം പറയണം, നിങ്ങൾ ടീം പറയണം, സാറ് കണ്ടില്ലേ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യണം, സാറാണ് ഞങ്ങളെ എന്ത് ചെയ്യാൻ റോൾ മോഡൽ, സാറാണ് ഞങ്ങൾ ടീം പ്ലെയർ, സാറ് ഫീൽഡിൽ വർക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ എന്ത് മാറുക. അങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങളെക്കാൾ കഴിവും കപ്പാസിറ്റി ഉള്ള ഒരുപാട് ആൾക്കാർ ടീമിനകത്തുണ്ട്. അവരത് പുറത്തെടുക്കാൻ തുടങ്ങും. പുറത്തെടുക്കാൻ തുടങ്ങണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം പുറത്തെടുത്ത് കാണിച്ചു കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് എന്ത് എല്ലാവരും ശക്തമായിട്ട് പ്രവർത്തിക്കുക. ബെറിയുടെയൊക്കെ
ഇപ്പൊ തന്നെ ബെറിഡേക്ക് നിങ്ങളുടെ ടീമിനകത്ത് ഒരു ടിക്കറ്റ്, ഇത്ര ടിക്കറ്റ് എന്നുള്ളത് പ്ലാൻ ചെയ്യുക. ബെറിഡേക്ക് അത് ഇത്ര റാങ്ക് ടീമിനകത്ത് ഉണ്ടാവും നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഇത് രണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത് അതിന്റെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളിലേക്ക് ഉണ്ടാക്കിയിട്ട് അതിന് പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കിടക്കുക. അപ്പൊ അതുകൊണ്ട് അടുത്ത വ്യാഴാഴ്ച നമ്മുടെ നമ്മുടെ ശനിയാഴ്ച നമ്മുടെ GTS ആണ് നമ്മുടെ മലപ്പുറത്ത്. തീർച്ചയായിട്ടും നിങ്ങൾ അതിലേക്ക് മാക്സിമം ആളെ കൊണ്ടുവരിക. GTS നിങ്ങൾക്ക് അറിയാമല്ലോ, GTS മലപ്പുറത്തുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. GTS നമുക്ക് മലപ്പുറത്തുള്ളത്. ഈ GTS നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ടീമിനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ ആയതുകൊണ്ട് നിങ്ങൾ മലപ്പുറത്ത് പെട്ടെന്ന് നിങ്ങൾ GTS മാക്സിമം കൊണ്ടുവരിക. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയ്ക്ക് അല്ലാതെ കുറെ ആളുകൾ ടീമിനെ നമ്മളെ ഇപ്പൊ ഈ മീറ്റിംഗ് കേൾക്കുന്നുണ്ട്. നിങ്ങളൊക്കെ നിങ്ങളെ GTS മാക്സിമം മീറ്റിംഗിനും ട്രെയിനിങ്ങിനൊക്കെ ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് വിജയിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇനിവേ ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. എല്ലാവരും രാവിലത്തെ ഹൈപ്ലേസ് മീറ്റ്, ഇനി നാളെ മറ്റൊരു ലീഡർ സബ്ജക്റ്റ് ആയിട്ട് വരും. നിങ്ങൾ രാവിലത്തെ മീറ്റിംഗിലേക്ക് നിങ്ങൾ മാക്സിമം നിങ്ങൾ എല്ലാവരും നിങ്ങളെ പങ്കെടുപ്പിക്കുക. അത് നിങ്ങൾ ചെയ്യുക. എല്ലാ ലീഡേഴ്സും നിങ്ങൾ പങ്കെടുപ്പിക്കുക. നിങ്ങൾ ടീമിനകത്ത് മുഴുവൻ ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ഉറപ്പുവരണം. ഈ രാവിലത്തെ മീറ്റിംഗിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിനകത്ത് പല ദേശങ്ങൾ, പല ഏരിയകളിൽ നിന്നുള്ള ആളുകൾ ഈ മീറ്റിംഗിന് കയറി ഉണ്ടാവും. അവരൊക്കെ ഇന്നലത്തെ മീറ്റിംഗ് അതിന് മുൻപത്തെ മീറ്റിംഗൊക്കെ നിങ്ങൾ നിരന്തരം ഇരുത്തുമ്പോൾ ഒരുപാട് അറിവുകൾ അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഒരിക്കലും നിങ്ങൾക്ക് ഈ രാവിലെ നിങ്ങൾക്ക് അവർക്ക് ഇത്തരം കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചൊന്നും വരില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാണ്, എല്ലാവരും ഒരുപോലെ ചിന്തിക്കണമെങ്കിൽ, ഒരുപാട് പ്രവർത്തിക്കണമെങ്കിൽ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ മസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ഹൈപ്ലേസ് മീറ്റിനകത്തും എല്ലാ ട്രെയിനിങ്ങിനും എസ്പെഷ്യലി ഹൈപ്ലേസ് മീറ്റിനകത്ത് നിങ്ങൾ മുഴുവൻ ടീമിനെ പങ്കെടുപ്പിക്കണം. നാളത്തെ മീറ്റിംഗിന് അടുത്തൊരു ഗ്രേറ്റ് ലീഡർ വരും. നാളത്തെ മീറ്റിംഗിലേക്ക് നിങ്ങൾ എല്ലാവരെയും നിങ്ങൾ ഈ രാവിലത്തെ മീറ്റിംഗിലേക്ക് പങ്കെടുപ്പിക്കണം. കാരണം ഈ മീറ്റിംഗിനകത്ത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് റീച്ച് കൂടും. അതായത് രാവിലെ ഇപ്പൊ ഇന്നത്തെ ഈ ക്ലാസ്സിനകത്ത് പല സ്ഥലത്തിലുള്ള ആൾക്കാരുണ്ടാവാം. ഇന്ത്യക്ക് പുറത്തുണ്ടാവാം, ഇന്ത്യയിൽ അകത്തുണ്ടാവാം, കേരളത്തിന് പുറത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവാം. അപ്പൊ നിങ്ങൾക്ക് റീച്ച് കൂടിയില്ലേ? അപ്പൊ നമ്മുടെ ടീമിന്റെ റീച്ച് കൂടാനും നോളജ് കൂടാനും നമുക്ക് ഈ മീറ്റിംഗ് എന്ത് ചെയ്യാൻ പറ്റും, ഹൈപ്ലേസ് മീറ്റിംഗ് നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താൻ പറ്റും. അത് നിങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ് ഈ ബിസിനസ്സിനകത്ത് എന്ത് ചെയ്യുക, വിജയിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബിസിനസ്സിനകത്ത് വലിയ വിജയങ്ങൾ എന്ത് ചെയ്യുക ഉണ്ടാവട്ടെ. അതിന് സർവേഷൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അതിന് അനുഗ്രഹിച്ചിട്ടുണ്ട്, ഞാൻ അത് പറയുന്നു. കാരണം 34 ലക്ഷം ആളുകളാണ് കോവിഡിന്റെ സമയത്ത് മരണപ്പെട്ടത്. അത് ദൈവം നമ്മളെ കൊണ്ടുപോയില്ലല്ലോ. അപ്പൊ നമ്മൾ അനുഗ്രഹിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് ആളുകൾ എന്ത് ചെയ്യുന്നത് ഒരു അവരുടെ സ്വപ്നങ്ങൾ നേടാനും അവർക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാനും ഒരു അവസരത്തിന് വേണ്ടി നടക്കുന്നുണ്ട്. അതിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വളരെ ചുരുക്കം ആളുകളാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് വന്നുള്ളത്. അപ്പൊ രണ്ട് രീതിയിലും ദൈവം നമ്മൾ അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ ആ അനുഗ്രഹം നമ്മൾ ഭാഗ്യമില്ല എന്ന് പറയരുത്. നമ്മൾ ഭാഗ്യവാനാണ്, നമ്മൾ മാത്രമാണ് ഭാഗ്യവാൻ എന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക. അതാണ് സത്യം. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആ ബോധത്തോടു കൂടി നിങ്ങൾ ശക്തമായിട്ട് എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. ഈ ബിസിനസ്സിനകത്ത് വലിയ സക്സസ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാനും ടീമിനകത്ത് ചെയ്യിപ്പിക്കാനും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക, ചെയ്യിപ്പിക്കുക. ഓക്കെ, എനിവേ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ സക്സസ് ഉണ്ടാവട്ടെ. എനിക്ക് ഇന്നത്തെ ഈ സെഷൻ എടുക്കാൻ അവസരം തന്ന മനോജ് സാറിനും ലതാ മാഡത്തിന് ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ശക്തമായിട്ട് ഫീൽ വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് വലിയ സക്സസ്